ഓക്കെ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? Yes, sir. ഓക്കെ. ഗുഡ് ഈവനിങ് എവ്രി വൺ. സോ നമ്മൾ റിവിഷൻ സെഷൻസിലാണുള്ളത്. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, കാരണം നമ്മൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നിങ്ങൾ ഓരോ ടോപ്പിക്കുകളും കറക്റ്റായിട്ട് നോക്കി വരുന്നതാണ് ഏറ്റവും ഹെൽപ്പ് ആവുക. അതേസമയം നമ്മൾ റിവിഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ടും ഏതൊക്കെ ടോപ്പിക്കുകൾ എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ എല്ലാ ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് റിവിഷൻ നമ്മൾ നടത്താറുള്ളത്. ആൻഡ് വൺ മോർ തിങ്, നമ്മൾ റിവിഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് തരാറുണ്ട്. അപ്പോൾ ഈ റിവിഷൻ ടെസ്റ്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാ ടോപ്പിക്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നോക്കാനാണ്. ഒരിക്കലും അത് നിങ്ങൾ നെറ്റ് എക്സാമിന്റെ ഫൈനൽ മോഡലാണ് എന്നുള്ള രീതിയിൽ എടുക്കരുത്. മറിച്ച് എന്താക്കണം, നിങ്ങളുടെ ഓരോ ടോപ്പിക്കിന്റെയും അണ്ടർസ്റ്റാൻഡിങ്ങും ക്ലാരിറ്റിയും ക്ലിയർ ആണോ എന്നുള്ളത് എപ്പോഴും നിങ്ങൾ ഉറപ്പുവരുത്താൻ നോക്കണം. അതിനാണ് മെയിനായിട്ടും റിവിഷൻ ടെസ്റ്റുകൾ തരുന്നത്. ആൻഡ് ആ റിവിഷൻ ടെസ്റ്റുകൾ ഇപ്പോഴും ഒരുപാട് പേര് അറ്റൻഡ് ചെയ്യാത്തവരുണ്ട്. ആൻഡ് പെട്ടെന്ന് തന്നെ അറ്റൻഡ് ചെയ്യുക. കാരണം നമ്മൾ ഒരു വേറൊരു വെബ്സൈറ്റിൽ കൂടെയാണ് സാധാരണ നമ്മൾ ഈ പറയുന്ന ടെസ്റ്റ് സീരീസ് നടത്തുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റിവിഷൻ ടെസ്റ്റ് കാര്യങ്ങൾ നടത്തുന്നത്. അപ്പം അതിൻ്റെ ഒരു ലൈക് ടെക്നിക്കൽ കാര്യങ്ങൾ എപ്പോഴാണെങ്കിലും പ്രശ്നം വരുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യില്ല, ചില സമയത്ത് അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് മിസ്സാവുന്ന ഒരവസ്ഥ വരും. ഇപ്പം ഒരു സ്റ്റുഡൻറ്റ് കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചിരുന്നു, പഴയ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറേ മുമ്പത്തെ, അതായത് ഇപ്പോൾ ഒരു മാസം മുമ്പത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ആക്സസിബിലിറ്റി കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പീരീഡ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം അതിനൊരു പെർട്ടിക്കുലർ ഇത്രയും ഡേയ്സിൻ്റെ ഉള്ളിൽ അത് ചെയ്ത് തീർക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഡെയിലി നമ്മൾ റിവിഷൻ പോലെ തരുന്നത്. അപ്പോൾ നിങ്ങൾ റിവിഷൻ തരുന്ന സമയത്ത് തന്നെ അത് ചെയ്തിട്ട് ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് നമ്മുടെ ഗ്രൂപ്പിൽ സബ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക്കാണ്. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിലും എനിക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്, ആൻഡ് അതെനിക്ക് അനലൈസ് ചെയ്യാനും പറ്റുന്നുണ്ട്. പക്ഷേ അതേസമയം നിങ്ങൾ അതിലിടേണ്ടത് നിങ്ങളുടെ ഒരു ഉറപ്പിന് വേണ്ടി കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ. സോ ഇന്ത്യൻ എക്കോണമിയിലേക്ക് വരുന്ന സമയത്ത് ടോപ്പിക്കുകളിൽ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ളത് എക്കണോമിക് ഗ്രോത്ത് പോലുള്ള ടോപ്പിക്കുകളാണ്. അപ്പം അതിനു മുമ്പ് തന്നെ just a second. ഇന്ത്യൻ എക്കോണമിയുടെ സാലിയൻ ഫീച്ചേഴ്സ് ആണ് ആദ്യം തന്നെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പം അതിൽ ലോ പെർ ക്യാപിറ്റ ഇൻകം, അപ്പം അതിൽ എത്രയാണെന്നുള്ളതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അതിലുണ്ടായിരിക്കും. അതേപോലെ തന്നെ അഗ്രികൾച്ചർ ബേസ്ഡ് എക്കോണമി ആണെന്ന് പറഞ്ഞിരുന്നു. ദെൻ ഓവർ പോപ്പുലേഷൻ, അതിൽ നമുക്ക് 2011 സെൻസസ് പ്രകാരമുള്ള കാര്യമാണ് ഇപ്പോഴും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയുള്ളൂ. അതിന് ശേഷമുള്ള കാര്യങ്ങൾ ഇപ്പോഴും കറക്റ്റായിട്ട് വന്നിട്ടില്ല എന്നുള്ളത് അറിയണം. ദെൻ ഇൻകം ഡിസ്പാരിറ്റീസ്, ലാക്ക് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ, ബാക്ക്വേർഡ്നെസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ്, ദെൻ മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ് ഉണ്ട്, എക്കണോമിയിൽ ഉണ്ടാവുന്ന വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി, ബിക്കോസ് സ്റ്റിൽ ഇന്ത്യ ഈസ് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഡെവലപ്പിംഗ് നാഷൻ ആണ്, ബട്ട് സ്റ്റിൽ ഇന്ത്യ ഈസ് ഹാവിങ് ഹൈ ലെവൽ ഓഫ് പോവർട്ടി. ദെൻ യൂസ് ഓഫ് ഔട്ട്ഡേറ്റഡ് ടെക്നോളജി, ട്രഡീഷണൽ സെറ്റപ്പ് ഓഫ് സൊസൈറ്റി. ഇതൊക്കെയാണ് സാലിയൻ ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ആൻഡ് അതിനുശേഷം ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിന്റെ ഒരു എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, ഹിസ്റ്ററി ഓഫ് എക്കണോമിക് ഇന്ത്യൻ എക്കോണമി എന്നുള്ള രീതിയിലുള്ള ഒരു പോർഷനിലേക്കാണ് പിന്നെ നമ്മൾ നോക്കിയിരുന്നത്. അതിൽ പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡ്, അതായത് ബിഫോർ 1947 എന്താണ് സംഭവിക്കുന്നത്, അതേപോലെ തന്നെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ് ടു റിഫോം പീരീഡ്, ദെൻ പോസ്റ്റ് റിഫോം പീരീഡ്. ഈ ഒരു സെക്ഷനിൽ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്തിരുന്ന പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡ് ആണ്. ബിക്കോസ് അടുത്ത അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകളിലെല്ലാം കൂടുതലായിട്ടും നമ്മൾ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് മുതൽ അതേപോലെ തന്നെ പോസ്റ്റ് റിഫോം പീരീഡ് വരെയുള്ള അല്ലെങ്കിൽ അതിന് ശേഷമുള്ള കാര്യങ്ങളും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുക. സോ ആദ്യം നമ്മൾ പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ അഗ്രികൾച്ചറിനെ കുറിച്ചും അവിടെ ഒരു ട്രഡീഷണൽ ആൻഡ് പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതും, ആൻഡ് ഈവൻ നമ്മുടെ അഗ്രികൾച്ചർ സിസ്റ്റവും ഒരു ട്രഡീഷണൽ സിസ്റ്റത്തിലായിരുന്നു എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. ആൻഡ് ബ്രിട്ടീഷുകാരുടെ സമയത്തുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ആയിരുന്നു കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അതിന് പ്രധാനമായിട്ടും അവർ ഇൻഡിഗോ, ജൂട്ട്, കോട്ടൺ, ഓയിൽ സീഡ്സ് പോലെയുള്ള കമ്മോഡിറ്റീസ് ആയിരുന്നു മെയിനായിട്ടും കൊമേഴ്ഷ്യലൈസേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ദെൻ ഇൻഡസ്ട്രിയിലേക്ക് നോക്കുന്ന സമയത്ത് മെയിനായിട്ടും ഇന്ത്യക്ക് ആ സമയത്ത് ഉണ്ടായിരുന്ന അർബൻ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി ആയിരുന്നു. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നായിരുന്നു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. സോ ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആയിരുന്നു വളരെ കൂടുതലായിട്ട് ഇന്ത്യയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത്, ആൻഡ് മോസ്റ്റ് പീപ്പിൾ വെർ എൻഗേജ്ഡ് ഇൻ ദാറ്റ് ഇൻഡസ്ട്രി.
ദെൻ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷന്റെ കേസിൽ പറയുന്ന സമയത്ത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഒരു മേജർ പോർഷൻ ഓഫ് ടൈമിലും അവർ ഉള്ളത്, അല്ലെങ്കിൽ അതിന് മുമ്പത്തെ മുഗൾ പീരീഡിലൊക്കെ ഉള്ള ഗ്രാൻഡ് ട്രങ്ക് റോഡ് പോലെയുള്ള കാര്യങ്ങളിൽ തന്നെ, അതായത് ട്രങ്ക് റോഡ്സ് പോലുള്ള കാര്യങ്ങൾ മാത്രമേ അവർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു ചെയ്തിരുന്നത്. അതും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കെയർ കൊടുക്കാതിരുന്നു എന്നുള്ളതാണ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ പീരീഡ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ മെയിനായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഇപ്പോൾ റെയിൽവേ റൂട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന 1853 പീരീഡിലാണ്. ആൻഡ് ഇറ്റ് വാസ് ഡ്യൂറിങ് ലോർഡ് ഡൽഹൌസിയുടെ പീരീഡിലാണ് ആ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഇലക്ട്രിക് ടെലഗ്രാഫും വരുന്നത് ലോർഡ് ഡൽഹൌസിന്റെ അതേ പീരീഡിലാണ്. ദെൻ അതിനുശേഷം നമ്മൾ ലോർഡ് ഡൽഹൌസി തന്നെയാണ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം നിലവിലുള്ള പോസ്റ്റേജ് സ്റ്റാമ്പ്സിന്റെ കാര്യങ്ങളുടെ ഒക്കെ തുടക്കം എന്ന് പറയുന്നത് ഈ പറയുന്ന ലോർഡ് ഡൽഹൌസിന്റെ പീരീഡിൽ തന്നെയാണ്. ദെൻ ഫോറിൻ ട്രേഡിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യയുടെ ആ സമയത്ത് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഫോറിൻ ട്രേഡും കാര്യങ്ങളൊക്കെ എക്സ്പോർട്ട് പ്രധാനമായിട്ടും നടത്തിയിരുന്നത് കോട്ടൺ ആൻഡ് സിൽക്ക് മാനുഫാക്ചേഴ്സിലും ഇൻഡിഗോ, സ്പൈസസ്, ഷുഗർ പോലുള്ള കാര്യങ്ങളിലായിരുന്നു. ഇമ്പോർട്ടിലേക്ക് വരുന്ന സമയത്ത് ഗോൾഡ് ആൻഡ് സിൽവർ, വൂൾ ആൻഡ് ഗുഡ്സ് പോലെയുള്ള കാര്യങ്ങളായിരുന്നു പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിരുന്നത്. ദെൻ ഇൻഡിപെൻഡൻസ് മുതൽ റിഫോം പീരീഡ് വരെയുള്ള കാര്യം 1947 ടു 1991 നമ്മളൊരു മിക്സഡ് എക്കോണമി സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതേസമയം സോഷ്യലിസത്തിനായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത്. ഒരു റഷ്യൻ മെത്തേഡ് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ ഒരു പ്ലാൻഡ് എക്കോണമി ബേസ് ചെയ്തിട്ടായിരുന്നു ഇന്ത്യയുടെ ഇനീഷ്യലി ഉണ്ടായിരുന്നത്. ആൻഡ് ത്രൂ ദാറ്റ് വി were ഹാവിംഗ് പ്രൊട്ടക്ഷനിസം ആൻഡ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, ദെൻ എക്കണോമിക് ഇന്റർവെൻഷനിസം, ലാർജ് ഗവൺമെന്റ് റൺ ആയിട്ടുള്ള പബ്ലിക് സെക്ടർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ബിസിനസ് റെഗുലേഷൻസ് ഉണ്ടായിരുന്നു, വളരെയധികം ലൈക്ക് ഒരുപാട് റെഗുലേഷൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് ലൈക്ക് ഇപ്പം ഒരു പുതിയൊരു ലിബറലൈസേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് വി were ഫോക്കസിങ് ഓൺ സെൻട്രൽ പ്ലാനിങ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 5 ഇയർ പ്ലാനും കാര്യങ്ങളൊക്കെ ആ പീരീഡിൽ കൊണ്ടുവരുന്നത്. ദെൻ 1965 ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഗ്രീൻ റെവല്യൂഷൻ. വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ഫർദർ. ദെൻ അതേപോലെ തന്നെ 1984 ആദ്യമായിട്ട് രാജീവ് ഗാന്ധി ഒരു എക്കണോമിക് ലിബറലൈസേഷനെ കുറിച്ച് പറയുന്നത്. ആൻഡ് അതിനുശേഷം 1991 വി were ഫേസിങ് BOP ക്രൈസിസ്. ആ സമയത്ത് IMF റൂൾ ഔട്ട് ചെയ്തിട്ടുള്ള പ്രകാരം നമ്മൾ എന്ത് ചെയ്തു, ഇന്ത്യയിൽ ന്യൂ എക്കണോമിക് പോളിസി കൊണ്ടുവന്നു. അതിന്റെ ഭാഗമായിട്ട് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ പോലുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ വന്നത്. ദെൻ അതേപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ ഇതിനുള്ള മെയിൻ പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ ഒക്കെ തകർച്ചയാണ് ഇന്ത്യക്ക് പ്രധാനമായിട്ടും, അതേപോലെ തന്നെ ഗൾഫ് വാറും സോവിയറ്റ് യൂണിയന്റെ കൊളാപ്സുമാണ് പ്രധാനമായിട്ടും ഇന്ത്യയിൽ ഇങ്ങനെ ഒരു BOP ക്രൈസിസ് ഉണ്ടാക്കിയിരുന്നതും. ദെൻ ആ സമയത്ത് നരസിംഹറാവു ഗവൺമെന്റ് ആയിരുന്നു ആൻഡ് മൻമോഹൻ സിംഗ് ആയിരുന്നു അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ഉണ്ടായിരുന്നത്. ദ ഇൻട്രൊഡ്യൂസ്ഡ് എക്കണോമിക് റിഫോം. ഓക്കെ, അങ്ങനെ റിഫോം വന്നതോടുകൂടി വി സ്റ്റേഡ് അവേ വിത്ത് ദിസ് ലൈസൻസ് രാജ് സിസ്റ്റം. ദെൻ 21st സെഞ്ചുറിയിലേക്ക് എത്തിയ സമയത്ത് ഇന്ത്യ കൂടുതലായിട്ട് ഒരു ഫ്രീ മാർക്കറ്റ് എക്കോണമി ആയിട്ട് മാറി എന്നുള്ളതും, ദെൻ പിന്നെ അതിനുശേഷം നമുക്ക് ഒരുപാട് ഈവൻ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് റേറ്റിന്റെ അടുത്ത് വരെ നമ്മൾ ഇന്ത്യയിൽ എത്തുന്നുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി 2008 ഒരു ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് വന്ന സമയത്ത് ഇന്ത്യയിൽ വലിയ രീതിയിൽ എഫക്റ്റ് ഉണ്ടായിട്ടില്ലെങ്കിലും വി സ്റ്റിൽ ഹാഡ് സം ഇമ്പാക്ട് ഓൺ ദാറ്റ് ബിക്കോസ് ഓഫ് ദാറ്റ് തിങ്. സോ അങ്ങനെ ഇന്ത്യയിൽ പിന്നെയും ഒരു ചെറിയ രീതിയിൽ ഗ്രോത്ത് റേറ്റ് താഴേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. 2013-14 എത്തിയ സമയത്ത് ഇന്ത്യ അഗെയിൻ ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ലൈക്ക് ഒരു ഗ്രോത്ത് റേറ്റിലേക്ക് പിന്നെയും പോവുകയാണ് ചെയ്തിരുന്നത്. അതിൽ തന്നെ 2013 സമയത്ത് വി were ഫേസിങ് സം ഇഷ്യൂസ് ലൈക്ക് കറൻസി ഡിപ്രിസിയേഷൻ ഒക്കെ. വളരെ കൂടുതലായിട്ടൊരു കറൻസി ഡിപ്രിസിയേഷൻ ഇന്ത്യ ഫേസ് ചെയ്തിരുന്ന ഒരു പീരീഡ് കൂടിയാണ് ഈ പറയുന്ന നമ്മുടെ 2013 പീരീഡിൽ. പിന്നെ അതിനുശേഷം 2015 നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഇൻസിഡന്റ് ആണ് ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് ഇറ്റ് സർപാസ്ഡ് ചൈനാസ് ഗ്രോത്ത് റേറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആൻഡ് അതാണ് നമ്മൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ആൻഡ് എക്കണോമിക് സർവേ 2020 പറയുന്നത് എന്താണെന്നുള്ളതും ബാക്കിയുള്ള നമ്മൾ പറയും ഓരോ കാര്യങ്ങൾ കേട്ടോ. ഗ്രോത്ത് ഓഫ് ലൈക്ക് ഇന്ത്യൻ എക്കോണമിയുടെ കേസിൽ പറയുന്ന സമയത്ത് ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന് മുമ്പ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഒരു ആക്സിലറേറ്റഡ് ഡെവലപ്മെന്റ് ആൻഡ് എക്സ്പാൻഷൻ ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിയാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. സോ ഡ്യൂറിംഗ് ദ ഹാഫ് സെഞ്ചുറി ബിഫോർ ഇന്ത്യസ് ഇൻഡിപെൻഡൻസ് ദ വേൾഡ് വാസ് സീയിങ് ആക്സിലറേറ്റഡ് ഡെവലപ്മെന്റ് എക്സ്പാൻഷൻ ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. പക്ഷെ അതൊന്നും ഇന്ത്യക്ക് വളരെയധികം
ഇതിൽ വന്നിട്ടില്ല. ബിക്കോസ് നമ്മൾ നോക്കുന്ന സമയത്ത് തന്നെ യു ക്യാൻ സി ഒരു വലിയൊരു പീരീഡ് നമുക്ക് നോക്കുന്ന സമയത്ത് ആനുവൽ ആവറേജ് ഗ്രോത്ത് റേറ്റ് കാണിക്കുന്ന സമയത്ത് ഇറ്റ് വാസ് വെൽ ബിലോ 1% ആണ്. അതേപോലെ തന്നെ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് ലിറ്ററസി റേറ്റ് ഓൺലി 17%, അതേപോലെ ലൈഫ് എക്സ്പെക്ടൻസി 32.5% ആണ്. ബിക്കോസ് ഇവിടെ നമുക്ക് മനസ്സിലാവും എഡ്യൂക്കേഷനും ഹെൽത്ത് സെക്ടറും ഒക്കെ വളരെ ബാക്കിലായിരുന്നു ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് കിട്ടുന്ന ആ സമയത്ത്. ദെൻ അതിനുശേഷം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ് ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത്. പ്രൊഫസർ രാജകൃഷ്ണ എന്നുള്ള പേര് ഓർത്തിരിക്കണം. അതേപോലെ തന്നെ സ്റ്റാഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് റേറ്റ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ആ സ്റ്റാഗ്നേറ്റഡ് ആയിട്ടുള്ള ഗ്രോത്ത് റേറ്റിന്റെ പീരീഡിനെയാണ് ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്നുള്ള രീതിയിൽ വിളിച്ചിരുന്നത്. ആൻഡ് സ്റ്റാഗ്നേറ്റഡ് അറൌണ്ട് 3.5% ഫ്രം 1950s to 1980. ദെൻ ഓരോ പീരീഡിലുള്ള ഗ്രോത്ത് റേറ്റും 2022-23 ലൈക്ക് ഇതിന്റെ നമ്മൾ പുതിയ എക്കണോമിക് സർവേന്റെ സാധനം നമ്മൾ ഇതിൽ കാണിക്കും 2023-24. അപ്പം അതിൽ വരുന്ന സമയത്ത് യു വിൽ ബി ക്ലിയറിംഗ് ഔട്ട് ദാറ്റ് തിങ്. ഓക്കെ. ദെൻ ഡിഫറെന്റ് സെക്ടേഴ്സ് ഉണ്ട്. ഡിഫറെന്റ് സെക്ടേഴ്സിൽ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആണ് മെയിൻ ആയിട്ടുള്ളത്. എന്തൊക്കെയാണ് പ്രൈമറി സെക്ടറിലുള്ളത്, എന്തൊക്കെയാണ് സെക്കൻഡറി സെക്ടറിലുള്ളത് എന്നൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ടെർഷ്യറി സെക്ടറിലുള്ളതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ അതേപോലെ ക്വാട്ടനറി സർവീസ്, ക്വിനറി സർവീസ്. നോളേജ് സെക്ടർ അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ് ക്വാട്ടനറി. അതേസമയം ക്വിനറി എന്ന് പറയുന്ന സമയത്ത് ഈ ഡിസിഷൻ മേക്കിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നതാണ് ക്വിനറി സർവീസസ് വരുന്നത്. ഓക്കെ. ദെൻ സ്ട്രക്ചറൽ ചേഞ്ചസ്. അതിൽ സ്ട്രക്ചറൽ ചേഞ്ചസ് ഉദ്ദേശിക്കുന്നത് നോർമലി ഏതൊരു എക്കോണമി ആണെങ്കിലും ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫ്രം പ്രൈമറി, ദെൻ കംസ് ടു സെക്കൻഡറി, ആൻഡ് ദെൻ ഫൈനലി ഇറ്റ് വിൽ ഫോക്കസ് ഓൺ ദ ടെർഷ്യറി സെക്ടർ. പക്ഷെ ഇന്ത്യയുടെ കേസിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു കാര്യം എന്ന് പറയുന്നത് സെക്കൻഡറി സെക്ടർ ഒരു വലിയൊരു പീരീഡിലേക്ക് ഒരു സ്റ്റാഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ സ്റ്റാഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു പോയിന്റിലാണ് ഉണ്ടായിരുന്നത്. അപ്പം ഓരോ സെക്ടറിന്റെയും കോൺട്രിബ്യൂഷൻ ടുവാർഡ്സ് എക്കോണമി, അതാണ് നമ്മൾ സ്ട്രക്ചറൽ ചേഞ്ചസ് കൊണ്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രൈമറി സെക്ടറിൽ നിന്ന് സെക്കൻഡറി സെക്ടറിലേക്ക് പോയി പിന്നെ ടെർഷ്യറി സെക്ടർ ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുക ഏതൊരു എക്കോണമി ആണെങ്കിലും. പക്ഷെ ഇന്ത്യ യഥാർത്ഥത്തിൽ പ്രൈമറിയിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ടെർഷ്യറിയിലേക്കാണ് ഫോക്കസ് ആയിരുന്നത്. ആൻഡ് ഇപ്പോഴും നോക്കുന്ന സമയത്ത് യു നോ ദാറ്റ് നിയർലി മോർ ദാൻ 50% ഓഫ് ദ ടോട്ടൽ എക്കോണമി ഓർ GDP ഈസ് കോൺട്രിബ്യൂട്ടഡ് ഫ്രം ദി പെർട്ടിക്കുലർ സെക്ടർ, ദാറ്റ് ഈസ് സർവീസ് സെക്ടർ. ദെൻ 2022-23 ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. കാരണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 2020 മുതൽ 24 വരെ പീരീഡിലുള്ള എന്ത് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കും. അത് ചില റിഫോംസ് ആയിരിക്കാം, പോളിസീസ് ആയിരിക്കാം. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ലേബർ കോഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് ലേബർ കോഡ് വന്നിട്ടുള്ളത് 2020-ലാണ്. പക്ഷെ ഈ 2020-ലുള്ള ക്വസ്റ്റ്യൻ ഇറ്റ്സ് സ്റ്റിൽ റിലവൻറ്റ് ഇൻ 2024. ദാറ്റ്സ് വാട്ട് ഹാപ്പൻസ് ഇൻ ഇന്ത്യൻ എക്കോണമി. കാരണം നമ്മളിതൊരു വാസ്റ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല അതിൻ്റെ ഒരു ഫൈനൽ സാധനം ഉണ്ടായിരിക്കുക. ദെൻ കംസ് ഇൻ അഗ്രികൾച്ചർ ഇൻ ഇന്ത്യൻ എക്കോണമി. അപ്പം ആദ്യം നമ്മൾ അതിൻ്റെ റോൾ എന്താണെന്ന് പറഞ്ഞിരുന്നത്, ഏതൊക്കെ റോൾ ഉണ്ടെന്നുള്ളതും, അതായത് റോ മെറ്റീരിയൽസ്, ഇന്റർനാഷണൽ ട്രേഡിന് ഫോക്കസ് ചെയ്യുന്നു, നാഷണൽ ഇൻകത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ലാർജസ്റ്റ് എംപ്ലോയ്മെന്റ് പ്രൊവൈഡിംഗ് ആണ്, ക്യാപിറ്റൽ ഫോർമേഷൻ, അതേപോലെ തന്നെ പ്രൊവൈഡിങ് ഫുഡ് സർപ്ലസ് ടു ദ എക്സ്പാൻഡിങ് പോപ്പുലേഷൻ. ദെൻ ഇന്ത്യയുടെ ഫുഡ് ആൻഡ് ഗ്രോസറി മാർക്കറ്റിന്റെ കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. 70% സെയിലും റീറ്റെയിൽ ആയിട്ടാണ് നടക്കുന്നത്. ആൻഡ് ഇന്ത്യയുടെ ഈ പറയുന്ന ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എത്രാമത്തെ റാങ്ക് 5th ഇൻ ടേംസ് ഓഫ് പ്രൊഡക്ഷൻ, കൺസംഷൻ, എക്സ്പോർട്ട് ആൻഡ് എക്സ്പെക്റ്റഡ് ഗ്രോത്ത് എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഇന്ത്യയുടെ ഓരോ ഫാക്ച്വൽ ബേസ് ചെയ്തിട്ടുള്ള അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. മിൽക്ക്, ജൂട്ട്, പൾസസ്, ഈ 3 കാര്യത്തിലും ഇന്ത്യ റാങ്ക്സ് ഫസ്റ്റ്. ദെൻ അതേപോലെ തന്നെ ഇന്ത്യ സെക്കൻഡ് ആണ് ലാർജസ്റ്റ് കാറ്റിൽ പോപ്പുലേഷന്റെ കാര്യത്തിൽ. ദെൻ അതേപോലെ തന്നെ ഇന്ത്യ സെക്കൻഡ് ലാർജസ്റ്റ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസിംഗ് കൺട്രി ഇൻ ദ വേൾഡ്. ആൻഡ് ഇന്ത്യയിൽ വേൾഡ് എക്സ്പോർട്ട് നോക്കുകയാണെങ്കിൽ വേൾഡ് എക്സ്പോർട്ടിൽ നിന്ന് ഇന്ത്യയുടെ അഗ്രികൾച്ചർ ഇറ്റ്സ് റാങ്കിങ് 8th റാങ്ക്. അതേപോലെ ഫ്രൂട്ട് പ്രൊഡക്ഷന്റെ കേസിൽ ഇന്ത്യക്ക് സെക്കൻഡ് റാങ്ക് ആണുള്ളത്. സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ് ആണ് കൂടുതലായിട്ടും ഇന്ത്യയിലുള്ളത്. ആൻഡ് മോസ്റ്റ്ലി ദേ വെർ എൻഗേജ്ഡ് ഇൻ ഹോർട്ടിക്കൾച്ചർ ആൻഡ് ലൈഫ് സ്റ്റോക്ക്. ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ കാര്യമാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടർ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ മൊണോപ്പൊളിയും, ലാക്ക് ഓഫ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റിയും, അതേപോലെ തന്നെ സ്കാറ്റേഡ് ആയിട്ടുള്ള ലാൻഡും, അതേപോലെ ഫെർട്ടിലൈസേഴ്സിന്റെ എക്സസീവ് ആയിട്ടുള്ള യൂസും, ഫാമേഴ്സിന്റെ സൂയിസൈഡും, ഡെപ്റ്റും, ബാക്കി അതേപോലെ തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോറേജ് ഫെസിലിറ്റി, ഇതാണ് പ്രധാനപ്പെട്ട ഇഷ്യൂസ് ആയിട്ട് പറയുന്നത്. ദെൻ ക്രോപ്പ് ഈൽഡ് പെർ യൂണിറ്റ്, അതിൽ തന്നെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തൊരു കാര്യം ഹയസ്റ്റ് ആവറേജ് ഈൽഡ്
കിട്ടുന്ന രാജ്യവുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യയുടെ ആവറേജ് yield എന്ന് പറയുന്നത് ഇറ്റ്സ് നിയർലി 30 to 50% താഴെയാണ്, കുറവാണുള്ളത് എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഈവൻ ആവറേജ് അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് അതായത് ആവറേജ് ആയിട്ടുള്ള ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇന്ത്യ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും റൈസും വീറ്റും ആണ്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ രണ്ട് കാര്യത്തിന്റെ ആവറേജ് yield നോക്കുന്ന സമയത്ത് തന്നെ ഗ്ലോബൽ ആവറേജിന്റെ താഴെയാണ് ഇന്ത്യയുടെ ഈ പറയുന്ന ക്രോപ്പ് yield ഉള്ളത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അല്ലെങ്കിൽ ആ കാര്യം നിങ്ങൾ ഉണ്ടാവും തോന്നുന്നു. ദെൻ ഇന്ത്യയിൽ ടോപ്പ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ക്രോപ്സ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്ന് വെസ്റ്റ് ബംഗാളും, ദെൻ ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഗുജറാത്ത്, ഹരിയാന, മധ്യപ്രദേശ്, ആസാം, ആന്ധ്രാപ്രദേശ്, കർണാടക ആൻഡ് ഫൈനലി ഛത്തീസ്ഗഡ്. അതാണ് ഓർഡർ. ദെൻ അഗ്രികൾച്ചർ ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഇന്ത്യയിൽ ഉണ്ടായ സംഭവമാണ് ഗ്രീൻ റവല്യൂഷൻ. MS സ്വാമിനാഥനാണ് അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നത്. ആൻഡ് ഹീ ഈസ് കോൾഡ് എസ് ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ. ആൻഡ് ഗ്രീൻ റവല്യൂഷനിൽ പ്രധാനമായിട്ട് ചെയ്തിരുന്നത് വീറ്റിന്റെയും റൈസിന്റെയും പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹൈ yielding വെറൈറ്റീസ് കൊണ്ടുവന്നു എന്നുള്ളതാണ്. സോ HYV സീഡ്സ് ആണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഐഡിയ. ദെൻ ഇതിൽ പ്രധാനമായിട്ടും ബെനിഫിറ്റ് ചെയ്തത് പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് പോലുള്ള സ്റ്റേറ്റ്സ് ആയിരുന്നു. ദെൻ സെക്കൻഡ് ഗ്രീൻ റവല്യൂഷനിലേക്ക് വരുന്ന സമയത്ത് വി നോ ദാറ്റ് ഇറ്റ്സ് ആൾസോ കോൾഡ് എസ് എവർഗ്രീൻ റവല്യൂഷൻ ഓർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. ഫസ്റ്റത്തെ ഗ്രീൻ റവല്യൂഷൻ ഫോക്കസ് ചെയ്തിരുന്നത് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളത് മാത്രമായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി ക്വാളിറ്റി ഫോക്കസ് ചെയ്തത് ഇതിന് ശേഷമാണ്. അപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് മാറ്റിയിട്ട് ബയോ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് മാറ്റിയിട്ട് ബയോ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ കൺസർവേഷൻ ഓഫ് വാട്ടർ, ബാലൻസ്ഡ് ക്രോപ്പിംഗ് പാറ്റേൺ പോലുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും സെക്കൻഡ് ഗ്രീൻ റവല്യൂഷന്റെ ഉദ്ദേശമായിട്ടുണ്ടായിരുന്നത്. നാഷണൽ അഗ്രികൾച്ചറൽ പോളിസി ഇത് പ്രധാനമായിട്ടും എയിം ചെയ്തിരുന്നത് ഈ ഗ്രോത്ത് റേറ്റ് മിനിമം 4% എങ്കിലും അഗ്രികൾച്ചർ സെക്ടറിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ബിക്കോസ് ഇൻ സം പീരീഡ് ഈവൻ വി ഹാവ് എക്സ്പീരിയൻസ്ഡ് നെഗറ്റീവ് അഗ്രികൾച്ചറൽ ഗ്രോത്ത്. ആ ഒരു സ്റ്റേജിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ നാഷണൽ അഗ്രികൾച്ചറൽ പോളിസി പ്രധാനമായിട്ടും കൊണ്ടുവന്നിരുന്നത്. ബിക്കോസ് നിങ്ങൾ 2000 എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ സ്റ്റിൽ ഒരു നിയർലി 60% ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ വെർ സ്റ്റിൽ എൻഗേജ്ഡ് ഇൻ ദി അഗ്രികൾച്ചർ സെക്ടർ. അപ്പം ആ ഒരു പീരീഡിൽ അങ്ങനത്തെ ഒരു സെക്ടറിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ കൂട്ടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അതേപോലെ തന്നെ കൺസർവേഷൻ ഓഫ് സോയിൽ, വാട്ടർ ആൻഡ് ഡൈവേഴ്സിറ്റി, ദെൻ ഇക്വാലിറ്റിയോട് കൂടിയുള്ള ഒരു ഗ്രോത്ത്, ദെൻ അതേപോലെ സസ്റ്റൈനബിൾ ടെക്നോളജി, എൻവയോൺമെന്റലി ആൻഡ് എക്കണോമിക്കലി, ദെൻ അതേപോലെ തന്നെ പ്രയോറിറ്റി മെയിനായിട്ടും അനിമൽ ഹസ്ബൻഡറി, പോൾട്രി, അതേപോലെ തന്നെ ഡയറിങ് ആൻഡ് ഫൈനലി അക്വാകൾച്ചർ. ദെൻ റെയിൻബോ റെവല്യൂഷൻ. ഓരോ റെവല്യൂഷനും ഏതാണ്, ഗ്രീൻ എന്താണ്, വൈറ്റ് എന്താണ്, ബ്ലൂ എന്താണ്, യെല്ലോ എന്താണ്, ഗോൾഡൻ, ബ്ലാക്ക്, സിൽവർ, റൗണ്ട്, റെഡ്, ഗ്രേ, പിങ്ക് ആൻഡ് ഫൈനലി ബ്രൗൺ. ദെൻ അതേപോലെ തന്നെ നാഷണൽ പോളിസി ഫോർ ഫാമേഴ്സ് 2007 അതിനുശേഷം ഒരു പോളിസി വരുന്നത്. അവിടെ പ്രധാനമായിട്ടും ഫാമേഴ്സിന്റെ വെൽബീയിങ്, അതേപോലെ തന്നെ അവർക്ക് വേണ്ടിയുള്ള അസറ്റിനെ കുറിച്ചുള്ളത്, വാട്ടർ യൂസ് എഫിഷ്യൻസി, ന്യൂ ടെക്നോളജി, നാഷണൽ അഗ്രികൾച്ചറൽ ബയോസെക്യൂരിറ്റി സിസ്റ്റം, സീഡ്സ് ആൻഡ് സോയിൽ ഹെൽത്ത്, ദെൻ സപ്പോർട്ട് സർവീസ് ഫോർ വിമൻ, ക്രെഡിറ്റ് ആൻഡ് ഇൻഷുറൻസ്, ഗ്യാൻ ചോപ്പൽസ്, അതേപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി, ദെൻ മിനിമം സപ്പോർട്ട് പ്രൈസ്, ഫുഡ് സെക്യൂരിറ്റി ബാസ്ക്കറ്റ്. ഇതിന് വേണ്ടിയിട്ടായിരുന്നു നാഷണൽ പോളിസി ഫോർ ഫാമേഴ്സ് 2007 വന്നിരുന്നത്. ദെൻ വൈറ്റ് റെവല്യൂഷനും ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നതും കണക്റ്റഡ് ആണ്. ബിക്കോസ് ഇവിടെ വൈറ്റ് റെവല്യൂഷൻ ഉദ്ദേശിക്കുന്നത് മിൽക്കിന്റെ പ്രൊഡക്ഷനിൽ ഒരു ഷാർപ്പ് ഇൻക്രീസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ദെൻ അതേപോലെ തന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആളായിരുന്നു വർഗീസ് കുര്യൻ എന്ന് പറയുന്നത്. ആൻഡ് ലോകത്ത് തന്നെയുള്ള ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആയിട്ടാണ് ഈ പറയുന്ന ഓപ്പറേഷൻ ഫ്ലഡിനെ കാണാറുള്ളത്. ദെൻ അഗ്രികൾച്ചർ പ്രൈസ് പോളിസിയിലാണ് അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അവിടെ 1947 ഈ പറയുന്ന പോളിസി ആദ്യമായിട്ട് വരുന്നത്. ദെൻ വിത്ത് ദ ഫോർമേഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് പോളിസി കമ്മിറ്റി, ആദ്യം വന്നിട്ടുള്ള കമ്മിറ്റി 1947. ദെൻ ഫുഡ് ഗ്രെയിൻസ് പ്രൈസ് കമ്മിറ്റി വരുന്നത് 1964. അവിടെയാണ് നമുക്ക് അഗ്രികൾച്ചർ പ്രൈസിനെ കുറിച്ചുള്ള ഡിസ്കഷൻ മെയിൻ ആയിട്ടും വരുന്നത്. ദെൻ 65 തന്നെ FCI ഉണ്ടായി, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അതാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന അഗ്രികൾച്ചർ പ്രൊഡക്ട്സിന്റെ പ്രൊക്യൂർമെന്റും സ്റ്റോറേജും ഡിസ്ട്രിബ്യൂഷനും യഥാർത്ഥത്തിൽ ഉറപ്പുവരുത്തുന്നത്. ദെൻ അഗ്രികൾച്ചർ പ്രൈസ് പോളിസിയിൽ വന്നതാണ് ഒന്ന് അഗ്രികൾച്ചർ പ്രൈസ് കമ്മീഷനും ദെൻ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും. ഈ അഗ്രികൾച്ചർ പ്രൈസ് കമ്മീഷനെ 1985 റീനെയിം ചെയ്തതാണ് കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസസ്, CACP എന്നൊക്കെ ചിലത് എഴുതിയിട്ടുണ്ടാവും. അപ്പം അതും ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസസ് ആണ്. ആൻഡ് ഇവർ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് എന്തുണ്ട്, മിനിമം സപ്പോർട്ട് പ്രൈസസ് ഉണ്ട്. ഈ പറയുന്ന ഫാമേഴ്സിന്റെ പ്രൊഡക്ട്സിന് വേണ്ടിയിട്ട് ഒരു മിനിമം സപ്പോർട്ട് പ്രൈസസ് പ്രഖ്യാപിക്കാറുള്ളതും നമ്മുടെ ഈ പറയുന്ന കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസസ്
കീഴിൽ തന്നെയാണ്. ദെൻ അഗ്രികൾച്ചർ പ്രൈസ് പോളിസിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് ഒന്ന് പറയുന്നത് സെറ്റിംഗ് അപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിലാണ് നമ്മുടെ FCIയും അതേപോലെ അഗ്രികൾച്ചർ പ്രൈസ് കമ്മീഷനൊക്കെ വരുന്നത്. ദെൻ അതിനുശേഷം മിനിമം സപ്പോർട്ട് പ്രൈസ്. അപ്പം മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്ന സമയത്ത് മെയിൻലി കവർ ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 14 ഖാരീഫ് സീസണിലുള്ള ക്രോപ്പും 6 റാബി ക്രോപ്സും അതുപോലെ തന്നെ 3 കൊമേഴ്ഷ്യൽ ക്രോപ്സിനുമാണ് കൊടുക്കുന്നത്. ദെൻ കൺസ്യൂമറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മുടെ അഗ്രികൾച്ചർ പ്രൈസ് പോളിസി ഉണ്ടാക്കിയിട്ടുള്ളത്. ദെൻ കംസ് PDS. ഈ PDS സിസ്റ്റം 1966 ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് PDSന്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ PDS ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ലോ ഈ ഇന്ത്യയിലുള്ള എല്ലാവരിലേക്കും ഫുഡ് സെക്യൂരിറ്റി എത്തിക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. അതിന്റെ കീഴിൽ വരുന്ന ഓർഗനൈസേഷൻസ് ആണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും സെൻട്രൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷൻസും. ദെൻ PDS നിന്നുള്ള മോഡിഫിക്കേഷൻസ് ആണ് റിവാംപ്ഡ് PDS 1992ഉം ടാർഗറ്റഡ് PDS 1997ഉം. ദെൻ അതേപോലെ തന്നെ 2000 വന്നിട്ടുള്ളതാണ് അന്ത്യോദയ അന്ന യോജന. അവിടെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, BPL ഫാമിലീസിൽ തന്നെ ഉള്ളിൽ ആയിട്ടുള്ള പുവറസ്റ്റ് ഓഫ് ദ പുവർ പീപ്പിൾ എന്ന് പറയുന്ന ടൈപ്പുള്ള ആൾക്കാർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ്സും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും അന്ത്യോദയ അന്ന യോജന വന്നിരുന്നത്. ദെൻ കംസ് സ്ലം, ലൈക്ക് അതിൽ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ആർക്കൊക്കെയാണ് അന്ത്യോദയ അന്ന യോജന കിട്ടുക, അതാണ് നമ്മൾ പിന്നെ അവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യം. അതിൽ ലാൻഡ്ലെസ് അഗ്രികൾച്ചർ ലേബറേഴ്സ്, മാർജിനൽ ഫാമേഴ്സ്, റൂറൽ ആർട്ടിസൻസ്, ക്രാഫ്റ്റ്സ്മെൻ, അതേപോലെ തന്നെ സ്ലം ഡ്വല്ലേഴ്സ്, അപ്പം ഡെയിലി ബേസിസിൽ ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഡെസ്റ്റിറ്റ്യൂട്ട്, അതേപോലെ തന്നെ ഹൗസ് ഹോൾഡ്സ് ഹെഡഡ് ബൈ വിഡോസ് ഓർ ടെർമിനലി ഇൽ പേഴ്സൺസ്, അതേപോലെ എല്ലാ പ്രിമിറ്റീവ് ആയിട്ടുള്ള ട്രൈബൽ ഹൗസ് ഹോൾഡ്സിനൊക്കെ ഈ പറയുന്ന അന്ത്യോദയ അന്ന യോജനയുടെ ബെനിഫിറ്റ്സ് ഉണ്ടാവും. ദെൻ കംസ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്, NFSA 2013 ആണ്. അപ്പം ഈ പറയുന്ന ടാർഗറ്റഡ് PDS 1997 വന്ന ടാർഗറ്റഡ് PDSനുള്ള സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് ആണ് യഥാർത്ഥത്തിൽ NFSA ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഒരു ആക്ട് വരുന്ന സമയത്ത് അത് ലീഗൽ റൈറ്റ് ആയിട്ട് മാറുകയാണ്. സോ റൈറ്റ് ടു ഫുഡ് എന്നുള്ളത് ഒരു ലീഗൽ റൈറ്റ് ആയി മാറിയത് NFSA വന്നതോടുകൂടിയാണ്. അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനമായിട്ടും 2/3 ടോട്ടൽ പോപ്പുലേഷനിലേക്ക് ഈ പറയുന്ന നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം എന്ത് ചെയ്യണം, ഇന്ത്യയിൽ എല്ലാവർക്കും ഫുഡ് സെക്യൂരിറ്റി എത്തിക്കുക എന്നുള്ളതാണ് NFSAയുടെ മെയിൻ ഉദ്ദേശം നോക്കിയിരുന്നത്. ദെൻ ഈ NFSൽ വന്നിട്ടുള്ള ഒരു മെയിൻ അഡീഷൻ ആയിരുന്നു ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് ഓഫ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ. ഇത് പ്രധാനമായിട്ടും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള ഇയറുകളിലാണ്. ആൻഡ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണ്, ഒന്ന് വൺ നാഷൻ വൺ റേഷൻ കാർഡും, 2 നാഷണൽ ലെവലായിട്ടുള്ള ഡാറ്റ റെപ്പോസിറ്ററി ഉണ്ടാക്കുക എന്നുള്ളതും, അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡാറ്റ അനലിറ്റിക്സ് ടെക്നിക്സുകൾ യൂസ് ചെയ്യുക എന്നുള്ളതുമാണ് പ്രധാനമായിട്ടും IMPDS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് ദർ ആർ സം സ്കീംസ്. അതിലാണ് ഒന്നാമത്തെ ഈനാം വരുന്നത്. ഈനാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ഇലക്ട്രോണിക് നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ് ആണ്. അപ്പം APMCs സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിരുന്ന ഒരു കാര്യം, ഇവരെന്ത് ചെയ്യണം, ഒരു പോർട്ടലാക്കി മാറ്റിയിട്ട് ആ പോർട്ടലിന്റെ ഉള്ളിലേക്ക് എല്ലാ APMCs, ഓരോ സ്റ്റേറ്റിനും അഗ്രികൾച്ചറിന്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് APMCs ഉണ്ട്, അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റീസ് ഉണ്ട്. ആ കമ്മിറ്റീസിനെ ലിങ്ക് ചെയ്തുകൊണ്ടുള്ള ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പോർട്ടലാണ് യഥാർത്ഥത്തിൽ ഈനാം എന്ന് പറയുന്നത്. അപ്പം അവിടെ അവർ ഉദ്ദേശിക്കുന്നത് നാഷണൽ ലെവലിലെ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റിംഗ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജന, മെയിനായിട്ടും ഇതൊരു സെൻട്രലി സ്പോൺസർഡ് സ്കീമാണ്. അതേപോലെ തന്നെ ഇവിടെ മെയിനായിട്ട് അവർ ഉദ്ദേശിക്കുന്ന ഇറിഗേഷൻ ആണ് മെയിൻ ഉദ്ദേശം. അതായത് എല്ലാ ഫീൽഡ് ലെവലിലുള്ള ഈ പറയുന്ന ഇറിഗേഷന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇന്റഗ്രേറ്റഡ് പ്രൊജക്റ്റ് ആയിട്ട് മാറ്റാനാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജന മെയിനായിട്ട് നോക്കിയിരുന്നത്. അതേപോലെ തന്നെ കൾട്ടിവബിൾ ഏരിയ അണ്ടർ അഷ്യൂർഡ് ഇറിഗേഷൻ, അതായത് ഹർ ഖേത് കോ പാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡിലാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ഒരു ഐഡിയ ആയിട്ട് വന്നിരുന്നത്. സോ കൾട്ടിവബിൾ ഏരിയ അണ്ടർ അഷ്യൂർഡ് ഇറിഗേഷൻ എന്താ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഉദ്ദേശം വന്നിരുന്നത്. അതുപോലെ തന്നെ ഓൺ ഫാം വാട്ടർ യൂസ് എഫിഷ്യൻസി ടു റെഡ്യൂസ് വേസ്റ്റേജ് ഓഫ് വാട്ടർ. ഇപ്പം നമ്മൾ ലൈക്ക് പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇന്ത്യയിലുള്ള ടോട്ടൽ ആയിട്ടുള്ള ഇറിഗേഷന് വേണ്ടിയിട്ടുള്ള വാട്ടറിൽ 30-40% മാത്രമേ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യപ്പെടുന്നുള്ളൂ. സോ ആ സാധനം ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുന്നതും ഇറിഗേഷൻ ലെവലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് വിൽ ഇംപ്രൂവ് അവർ പ്രൊഡക്ടിവിറ്റി ഇൻ ടേംസ് ഓഫ് അഗ്രികൾച്ചർ. സോ അതേപോലെ തന്നെ ടു എൻഹാൻസ് ദ അഡോപ്ഷൻ ഓഫ് പ്രിസിഷൻ ഇറിഗേഷൻ ആൻഡ് അതർ വാട്ടർ സേവിംഗ് ടെക്നോളജീസ്, മോർ ക്രോപ്പ് ഡ്രോപ്പ്, അതായത് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് മാക്സിമം ക്രോപ്പ് പ്രൊഡക്ഷൻ നടത്തുക. ദെൻ കംസ് പരമ്പരാഗത് കൃഷി വികാസ് യോജന.
ഇത് യഥാർത്ഥത്തിൽ സോയിൽ ഹെൽത്ത് മാനേജ്മെന്റും അതേപോലെ തന്നെ അതിന്റെ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ലൈക്ക് മേജർ പ്രൊജക്ട്, അതായത് നാഷണൽ മിഷൻ ഓഫ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിന്റെ കീഴിൽ വരുന്ന ഒരു പ്രൊജക്റ്റ് ആയിട്ടുള്ള സോയിൽ ഹെൽത്ത് മാനേജ്മെന്റിനെ എലാബറേറ്റ് ചെയ്തുകൊണ്ടാണ് പരമ്പരാഗത കൃഷി വികാസ് യോജന വരുന്നത്. ആൻഡ് ഇതിന്റെ മെയിൻ ആയിട്ടും ഉദ്ദേശം എന്ന് പറയുന്നത് ഓർഗാനിക് ഫാമിംഗ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ദേ വിൽ ഫോം എ ക്ലസ്റ്റർ ആൻഡ് ക്ലസ്റ്ററോട് കൂടി ഒരു കോപ്പറേറ്റീവ് ഫാമിംഗ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് മെയിനായിട്ടും പരമ്പരാഗത കൃഷി വികാസ് യോജനയിൽ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ പെസ്റ്റിസൈഡ് റെസിഡ്യൂ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ഷനാണ് ഇവർ പ്രധാനമായിട്ടും അഗ്രികൾച്ചറിൽ എയിം ചെയ്യുന്നത്. ദെൻ കംസ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. ഇത് മെയിനായിട്ടും ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഇൻഷുറൻസ് കവർ ആയിട്ടാണ്. അപ്പോൾ ക്രോപ്പ് ഇൻഷുറൻസ് സ്കീമാണ് ഇവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പം അതിലുള്ള പ്രീമിയം എത്രയാണെന്നുള്ള രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രീമിയം ഓരോ ഖാരിഫിനാണെങ്കിൽ 2%, സോറി, ഖാരിഫിനാണെങ്കിൽ 2%, അതേപോലെ തന്നെ റാബി ക്രോപ്സ് ആണെങ്കിൽ 1.5%, കൊമേഴ്ഷ്യൽ ആൻഡ് ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്സിന്റെ മുകളിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ 5%ആണ് എന്ത് കൊടുക്കേണ്ടി വരാറുള്ളത്, പ്രീമിയം ആയിട്ട് അടയ്ക്കേണ്ടി വരാറുള്ളത്. ദെൻ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്നത് നമുക്കറിയാം ലോകത്ത് തന്നെ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സൽ ബേസിക് ഇൻകം ടൈപ്പ് ഓഫ് സ്കീമാണ്. അതായത് ഒരു മിനിമം ഇൻകം ഫാമേഴ്സിന് എത്തിച്ചു കൊടുക്കുക. അപ്പം ഇന്ത്യയിൽ നമുക്ക് ഇത് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് ഈ ഒരു സംഭവം കൊണ്ടുവരുന്നതിന്റെ ഒരു മെയിൻ ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡബ്ലിംഗ് ഓഫ് ഫാമേഴ്സ് ഇൻകം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫാമേഴ്സ് ഇൻകം ബൈ 2022 ഇങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് ഇന്ത്യയിൽ അഗ്രികൾച്ചറിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ഒബ്ജക്റ്റീവ് പ്രകാരമാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ആ കാലത്ത് കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ ദ സ്കീം എയിംസ് ടു പ്രൊവൈഡ് ഇൻകം സപ്പോർട്ട് ടു ഫാമേഴ്സ് ഫോർ ഈസിംഗ് ദെയർ ലിക്വിഡിറ്റി നീഡ്സ് ടു ഫെസിലിറ്റേറ്റ് ടൈംലി ആക്സസ്. അതേപോലെ തന്നെ അഗ്രികൾച്ചറിന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എക്കണോമിക് സർവേ 2022-23 കൊടുത്താണ് ഇവിടെ പറയുന്നത്. ബട്ട് ഫൈനലി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എക്കണോമിക് സർവേന്റെയും ബജറ്റിന്റെയും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇൻഡസ്ട്രിയാണ് അടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ സമയത്ത് എന്താണെന്നുള്ളതാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതേപോലെ തന്നെ ഇന്ത്യയിൽ നോക്കുന്ന സമയത്ത് ലോകത്ത് തന്നെ 4th ലാർജസ്റ്റ് നാച്ചുറൽ റിസോഴ്സസ് ഉള്ള കൺട്രിയാണ് ഇന്ത്യ. അതിൽ തന്നെ 11% കൺട്രിയുടെ ഇൻഡസ്ട്രിയൽ GDP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സെക്ടറാണ് മൈനിങ് സെക്ടർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 2.5% ആണ് ടോട്ടൽ ആയിട്ടുള്ള GDP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദെൻ ലോകത്ത് തന്നെയുള്ള സെക്കൻഡ് ലാർജസ്റ്റ് കോൾ പ്രൊഡ്യൂസറും സെക്കൻഡ് ലാർജസ്റ്റ് സിമെന്റ് പ്രൊഡ്യൂസറും സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റീൽ പ്രൊഡ്യൂസറും അതേപോലെ തന്നെ തേർഡ് ലാർജസ്റ്റ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസറും ഇന്ത്യ തന്നെയാണ് ഇൻ ഇൻഡസ്ട്രി ലെവൽ. ദെൻ ഇന്ത്യയിൽ 1991 മുമ്പ് ഉണ്ടായിരുന്നത് പെർമിറ്റ് രാജ് ആയിരുന്നു. അതേപോലെ തന്നെ ഇവിടെ പ്രധാനമായിട്ടും ഇന്ത്യയിൽ ഉദ്ദേശിച്ചിരുന്ന അല്ലെങ്കിൽ കൺട്രി ലെവലിൽ നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഏതൊരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരുപാട് പെർമിഷൻസും റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പം ആ ഒരു കണ്ടീഷനിൽ നിന്ന് മാറിയത് 1991 ശേഷമാണ്. അവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് പ്രോലിഫറേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു കാര്യം ഫോക്കസ് ചെയ്യുന്നത്. അതായത് അയേണ്, സ്റ്റീല് പോലെയുള്ള ട്രഡീഷണൽ ഇൻഡസ്ട്രിയിൽ നിന്ന് ജൂട്ട്, ഓട്ടോമൊബൈൽസ് പോലെയുള്ള മോഡേൺ ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു മാറ്റമാണ് പ്രധാനമായിട്ടും അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഓട്ടോണമി ഇൻ പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ദെൻ കംസ് റെഡ്യൂസ്ഡ് റെഡ് ടാപ്പിസം. ദെൻ അതേപോലെ തന്നെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സിനുള്ള എൻകറേജ്മെന്റ്. ദെൻ അതേപോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ദെൻ അറൈവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മോഡൽസ്. അതേപോലെ തന്നെ പ്രൈവറ്റ് പ്ലേയേഴ്സ് ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു എൻറ്റർ ന്യൂ സെക്ടേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇൻഡസ്ട്രി വൈസ് ഉണ്ടായിരുന്നത്. ദെൻ ഇന്ത്യയിൽ ട്രഡീഷണലി ഉണ്ടായിരുന്നത് 6 പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസ് ആയിരുന്നു. അയൺ ആൻഡ് സ്റ്റീല്, ടെക്സ്റ്റൈൽസ്, ജൂട്ട്, ഷുഗർ, സിമെന്റ് ആൻഡ് പേപ്പർ. സോ ഇതിൽ തന്നെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതിന് ശേഷം പിന്നെ നമുക്ക് പെട്രോ കെമിക്കൽ, ഓട്ടോമൊബൈൽ, IT, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് പോലുള്ള ഇൻഡസ്ട്രീസ് ഒക്കെ ഇപ്പോൾ കറന്റ് ഒരുപാട് ഇൻഡസ്ട്രീസ് വന്നിട്ടുണ്ട്. സോ ഇനി നോക്കേണ്ടത് ഇൻഡസ്ട്രിയൽ പോളിസിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ആദ്യം 1948 ജസ്റ്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് 1948 വി സ്റ്റാർട്ടഡ് ഹാവിംഗ് ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ. ദാറ്റ് വാസ് ഇൻ 1948. ഇത് പ്രധാനമായിട്ടൊരു സ്ട്രോങ് ഇൻഡസ്ട്രിയൽ ബേസ് ഉണ്ടാക്കാനായിരുന്നു. ആൻഡ് മിക്സഡ് എക്കോണമി ആയിരുന്നു കൺട്രോളിലായിരുന്നു. ആൻഡ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് സ്റ്റേറ്റ് കൺട്രോളിലുള്ളതും അതേപോലെ ലൈക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ കൺട്രോളിലുള്ള ഐറ്റംസും തരം തിരിച്ചിരുന്നു. അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956 ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോളിസി റെസൊല്യൂഷൻ ആയിട്ട് പറയാറുള്ളത്. ആൻഡ് ഇവിടെ പ്രധാനമായിട്ടും ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്
എന്തുകൊണ്ടാണ് ആ റിവിഷൻ ഉണ്ടായത്. അതേപോലെ തന്നെ 1956 വന്നിട്ടുള്ള ഇതിനെ തന്നെയാണ് എക്കണോമിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നോ അല്ലെങ്കിൽ ബൈബിൾ ഓഫ് സ്റ്റേറ്റ് ക്യാപിറ്റലിസം എന്നുള്ള രീതിയിലും വിളിക്കുന്നത്. സോ ഈ പറയുന്ന 1956 റെസൊല്യൂഷൻ ഇൻഡസ്ട്രീസിനെ 3 കാറ്റഗറി ആയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ കാറ്റഗറി കംപ്ലീറ്റ് ആയിട്ടും റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ആണ്. ഷെഡ്യൂൾ ബിയിൽ വരുന്നത് പ്രൈവറ്റിനും പബ്ലിക്കിനും ഓപ്പൺ ആണ്, പക്ഷെ മെയിൻ ആയിട്ടും സ്റ്റേറ്റ് ആയിരിക്കും ഓൺ ചെയ്യുന്നത്, പബ്ലിക് ആയിരിക്കും കൂടുതലായിട്ടും ഓണർഷിപ്പ് ഉണ്ടായിരിക്കാം. ഷെഡ്യൂൾ സിയിലുള്ളത് കംപ്ലീറ്റ്ലി എന്താണ് പ്രൈവറ്റ് സെക്ടറിന് ലീവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു. 1977 ജനതാ ഗവൺമെന്റ് ബില്ലാണ് ഇൻഡസ്ട്രിയൽ പോളിസി 1977 വരുന്നത്. അവിടെ മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത് കൺസ്യൂമർ ഗുഡ്സിന്റെ പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളതും കൂടുതൽ ഒരു സോഷ്യൽ നീഡ്സിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഇൻഡസ്ട്രി റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് അതിന്റെ മെയിൻ കൺസെപ്റ്റിൽ വന്നിരുന്നത്. 1980 വന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിലാണ് നമുക്ക് ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ പോളിസിനെ കുറിച്ച് പറയുന്നതും അവിടെ നമുക്ക് ഫാക്ടേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒന്ന് ലേബർ റിലേഷൻസും പൊല്യൂഷൻ കൺട്രോൾ, ഇക്കോളജിക്കൽ ബാലൻസ്, മെർജേഴ്സ് ആൻഡ് അമൽഗമേഷൻസ്, ഇൻഡസ്ട്രിയൽ സിക്നസ് കറക്റ്റ് ചെയ്യുക, ഫോറിൻ കൊളാബറേഷൻസ് ആൻഡ് ഫൈനലി സിക്ക് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിനെ ടേക്ക് ഓവർ ചെയ്യുക പോലുള്ള കാര്യങ്ങളൊക്കെ അവിടെയാണ് ഫോക്കസ് ചെയ്തത്. 1991 നമുക്ക് എന്തുണ്ട്, ഓൾറെഡി ഒരു ന്യൂ എക്കണോമിക് പോളിസി വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ന്യൂ എക്കണോമിക് പോളിസിന്റെ ലിബറലൈസേഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും വരുന്നത് നമ്മുടെ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ സെക്ടറിലാണ്. സോ ഈ ലിബറലൈസേഷന് വേണ്ടിയിട്ടാണ് ലിബറലൈസ്ഡ് ഇൻഡസ്ട്രിയൽ പോളിസി അനൗൺസ് ചെയ്തത് 24 ജൂലൈ 1991 ആൻഡ് ഇറ്റ് വാസ് എ ഗ്രോത്ത് ഓറിയന്റഡ് ഇൻഡസ്ട്രിയൽ പോളിസി. സസ്റ്റൈൻ ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കുക, ഗെയിൻഫുൾ ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ഉണ്ടാക്കുക, അതേപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസിനെ ഒപ്റ്റിമം ആയിട്ട് അലോക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുക, അതേപോലെ തന്നെ ഇന്റർനാഷണൽ കോമ്പറ്റീറ്റീവ്നെസ്സും ദെൻ ഫൈനലി ഇന്ത്യയെ ഒരു മേജർ പാർട്ട്ണർ ആൻഡ് പ്ലെയർ ആക്കി മാറ്റിയെടുക്കുക എന്നുള്ളതുമാണ് മെയിനായിട്ട് ഉദ്ദേശം. ദെൻ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയിൽ അവരുടെ ഫീച്ചറായിട്ട് പറഞ്ഞിരുന്നത് ഒന്ന് നമ്പർ ഓഫ് പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രീസിന്റെ നമ്പർ ഓഫ് പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രീസ് കുറയ്ക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ പബ്ലിക് ഓൺ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന ഇൻഡസ്ട്രീസിന്റെ എണ്ണം കുറയ്ക്കുക. 8 കുറച്ചിരുന്നു ആൻഡ് ഇറ്റ് ഹാസ് ബീൻ അഗെയിൻ റെഡ്യൂസ് ടു 3 ഇൻഡസ്ട്രീസ്. ദെൻ ഡി ലൈസൻസിങ്. അപ്പം ആ ഡി ലൈസൻസിങ്ങിൽ പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ 5 ഇൻഡസ്ട്രീസ് ഒഴികെ ബാക്കി എല്ലാത്തിൻ്റെയും മുകളിൽ ഉണ്ടായിരുന്ന ലൈസൻസിങ് സിസ്റ്റം മാറ്റി എന്നുള്ളതാണ്. സോ അസാഡസ് ആയിട്ടുള്ള കെമിക്കൽസ്, ആൽക്കഹോളിക് ഡ്രിങ്ക്സ്, സിഗരറ്റ്സ്, അതേപോലെ തന്നെ ഡിഫൻസ് എക്യുപ്മെന്റ്, ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോസീവ് പോലുള്ള കാര്യങ്ങളിൽ മാത്രം ലൈസൻസിങ് നിലനിർത്തി, ബാക്കിയുള്ളതെല്ലാം ഡി ലൈസൻസിങ് നടത്തി എന്നുള്ളതാണ്. ദെൻ പബ്ലിക് സെക്ടറിന്റെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, ദെൻ ഫൈനലി ലിബറലൈസേഷൻ ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 1991 ഇൻഡസ്ട്രിയൽ പോളിസി. ഇതിൽ പ്രധാനമായിട്ടും 1956ഉം 1991ഉം മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുക. ദെൻ നാഷണൽ മാനുഫാക്ചറിങ് പോളിസി 2011. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാനുഫാക്ചറിങ്ങിന്റെ ഷെയർ ഇന്ത്യയുടെ GDP നോക്കുന്ന സമയത്ത് 16% ആയിരുന്നു സിൻസ് 1980s എന്ന് പറയാം. സോ അതേ സമയത്ത് നാഷണൽ മാനുഫാക്ചറിങ് പോളിസി പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിരുന്നത് 100 മില്യൺ അഡീഷണൽ ജോബ്സ് ഈ പറയുന്ന മാനുഫാക്ചറിങ് സെക്ടറിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്ന ഒന്ന് എന്താണ്, GDP ടു റൈസ് ബൈ 25%. അതായത് മാനുഫാക്ചറിങ്ങിന്റെ ഷെയർ എന്ന് പറയുന്നത് GDPയുടെ 25%ന്റെ ലാക്കണം മിനിമം ബൈ 2022. ദാറ്റ് വാസ് ദ ഫസ്റ്റ് എയിം. ദെൻ മാനുഫാക്ചറിങ് സെക്ടറിന്റെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 12 to 14% ആക്കുക എന്നുള്ളതാണ് സെക്കൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആയിട്ട് പറഞ്ഞത്. അതേപോലെ തന്നെ 2022 കൂടി ദർ ഷുഡ് ബി എ ക്രിയേഷൻ ഓഫ് 100 മില്യൺ അഡീഷണൽ ജോബ്സ്. ഇതായിരുന്നു മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. ദെൻ ന്യൂ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി. അവിടെ നമ്മൾ പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള മാനുഫാക്ചറിങ്ങിനാണ്. അത് എത്രയാന്നുള്ളത് ഓർക്കുക, ഈ ഒരു ഓർഡർ മനസ്സിലാക്കുക. ഫസ്റ്റ് ഇതാണ്, സെക്കൻഡ് മൈനിങ്ങിനാണ്, തേർഡ് ഇലക്ട്രിസിറ്റിക്കാണ്. ഇതേ കാര്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാം, കമ്മോഡിറ്റീസിന്റെ ബേസിസിലും പറയാൻ പറ്റും. അവിടെ നോക്കുന്ന സമയത്ത് ഏതാണ് ഏറ്റവും കൂടുതലുള്ളത് എന്നുള്ളത് അറിയണം. ഫസ്റ്റ് പ്രൈമറി ഗുഡ്സിനാണ്, സെക്കൻഡ് ഉള്ളത് ഇന്റർമീഡിയറ്റ് ഗുഡ്സിനും, മൂന്നാമത്തെ ഉള്ളത് കൺസ്യൂമർ നോൺ ഡ്യൂറബിൾസ്, ദെൻ കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ ഗുഡ്സ് ആൻഡ് ഫൈനലി ക്യാപിറ്റൽ ഗുഡ്സ്. ആ ഒരു ഓർഡറും അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. അതായത് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിൽ ഓരോ വെയിറ്റേജ് ഉണ്ട്. എല്ലാ ഇൻഡസ്ട്രിക്കും ഈക്വൽ വെയിറ്റേജ് അല്ല. അപ്പം ഏതിനാണ് കൂടുതൽ വെയിറ്റേജ് ഉള്ളത്, ഏതിനാണ് കുറവ് വെയിറ്റേജ് ഉള്ളത് എന്നുള്ളത് അണ്ടർസ്റ്റാൻഡിങ് അത്യാവശ്യമാണ്. ദെൻ MSMEയുടെ ഡെഫിനിഷൻ. അതിൽ MSMEയിൽ എം എന്താണ്, എസ് എന്താണ്, അതായത് മൈക്രോ എന്താണ്, സ്മോൾ എന്താണ്, മീഡിയം എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം.
അപ്പം അതിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ, മുമ്പ് ഉണ്ടായിരുന്ന ക്ലാസിഫിക്കേഷൻ മാനുഫാക്ചറിങ്ങിനും സർവീസസിനും ഡിഫറെൻ്റ് ആയിരുന്നു. എന്നാൽ ഇതിന് രണ്ടിനെയും ഒരേ ഇതിലേക്ക് കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ റിവേഴ്സ്ഡ് ആയിട്ടുള്ള MSME ക്ലാസിഫിക്കേഷൻ നടത്തിയിരുന്നത്. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി നടന്നിട്ടുണ്ട്. ഇതിനെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു മൈക്രോ, സ്മോൾ, മീഡിയം എന്നുള്ളതിൽ വിളിച്ചിരുന്നത്. പക്ഷേ വൺസ് ഈ പറയുന്ന MSMEയിൽ ക്ലാസിഫിക്കേഷൻ റിവൈസ് ചെയ്തതോടുകൂടി ഇൻവെസ്റ്റ്മെന്റും അതേപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ ആനുവൽ ടേൺ ഓവറും കൂടി ചെക്ക് ചെയ്തിട്ടാണ് മൈക്രോ ആണോ, സ്മോൾ ആണോ, മീഡിയം ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാറുള്ളത്. ഇതിന് ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഡിഫറെന്റ് പോളിസീസ് ഉണ്ട്. അതിൽ ഒന്നാമത്തതാണ് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് സ്കീം ഫോർ സ്മോൾ ഇൻഡസ്ട്രീസ്. അപ്പം അതിൽ പ്രധാനമായിട്ടും നമുക്കറിയാം സ്മോൾ ഇൻഡസ്ട്രീസ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിന് വേണ്ടിയിട്ട്, പെർട്ടിക്കുലർലി ടൈനി ആയിട്ടുള്ള യൂണിറ്റ്സിന് വേണ്ടിയിട്ട് 2000 വന്നിട്ടുള്ളതാണ് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് സ്കീം. അവിടെ പ്രധാനമായിട്ടും മാക്സിമം അവർ കൊടുത്തിരുന്നത് പ്രത്യേകിച്ച് കൊളാറ്ററൽ ആയിട്ടുള്ള ഒന്നുമില്ലാതെ നല്ല രസല്ലേ ഈ ചുരിദാർ എനിക്ക് ഒരു കോട്ടയ്ക്ക് കോട്ടന്റെ തല നല്ല ഭംഗി. റംഷിയെ ഓക്കെ. ഓക്കെ. ദെൻ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് സ്കീം ഫോർ സ്മോൾ ഇൻഡസ്ട്രീസ് അതിലാണ് 2000 എസ്റ്റാബ്ലിഷ് ചെയ്ത എന്നുള്ളതും, അതേപോലെ തന്നെ അതിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർ പ്രധാനമായിട്ടും 100 lakhs വിത്തൗട്ട് കൊളാറ്ററലിലായിരുന്നു മാക്സിമം ഇവർ കൊടുത്തിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഉള്ളത് കേട്ടോ. ദെൻ നാഷണൽ ടെക്സ്റ്റൈൽ പോളിസി അതിൽ നോക്കുക 2000 വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഗ്ലോബൽ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അനുസരിച്ച് നമുക്ക് ടെക്സ്റ്റൈലിൽ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് 2000 നാഷണൽ ടെക്സ്റ്റൈൽ പോളിസി വന്നിരുന്നത്. ന്യൂ ടെക്സ്റ്റൈൽ പോളിസി വന്നിട്ടുണ്ടായിരുന്നത് പ്രധാനമായിട്ടും ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് ദ സെക്ടറിന് വേണ്ടിയായിരുന്നു. ദെൻ അതിൽ തന്നെ ഇവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സ്കീം ഫോർ ഇന്റഗ്രേറ്റഡ് ടെക്സ്റ്റൈൽ പാർക്ക്. അതായത് വേൾഡ് ക്ലാസ് ലെവലിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ടെക്സ്റ്റൈൽസിൽ കൊണ്ടുവന്നിട്ടുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പറയുന്ന സ്കീം ഫോർ ഇന്റഗ്രേറ്റഡ് ടെക്സ്റ്റൈൽ പാർക്ക് എന്ന് പറയുന്നത്. ദെൻ MRTP ആക്ട് ഉണ്ട്. അതാണ് നമ്മുടെ ഈ പറയുന്ന ദത്ത് കമ്മിറ്റിയുടെ, ഈ കമ്മിറ്റീസ് അറിയണേ, ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്മിറ്റീസ് ഉണ്ട്. കമ്മിറ്റീസിന്റെ ഒരു മെറ്റീരിയൽ ഞാൻ തരുന്നുണ്ട്, ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യാം. ഞാൻ അത് പറയുന്നുണ്ട് വൺസ് ഇട്ട് കഴിഞ്ഞാൽ. അപ്പം ദത്ത് കമ്മിറ്റി, അതിൽ തന്നെ MRTP ആക്ട് ഇനാക്റ്റഡ് 1969 മെയിനായിട്ടും കോൺസെൻട്രേഷൻ ഓഫ് എക്കണോമിക് പവർ കുറച്ചാളിൽ മാത്രം ആയിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. മൊണോപ്പൊളിസ്റ്റിക്, റെസ്ട്രിക്റ്റീവ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, അതാണ് MRTP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1969 ഉണ്ടായിരുന്നതായിരുന്നു. മെയിനായിട്ടും ആ സമയത്ത് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൂടുതലുള്ള ഒരു പീരീഡ് ആയിരുന്നു എന്നുള്ള മനസ്സിലാക്കുക. ആൻഡ് അതിനെ റീപ്ലേസ് ചെയ്ത് വന്നതാണ് കോമ്പറ്റീഷൻ ആക്ട്. ഈ കോമ്പറ്റീഷൻ ആക്ട് 2003 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് 2009 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. ദെൻ ആന്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെന്റ് ആൻഡ് പ്രൊഹിബിഷൻ ആണ് ഒന്നാമത്തത്. കാരണം നമ്മൾ MRTPയിലേക്ക് നോക്കുന്ന സമയത്ത് കോമ്പറ്റീഷൻ ഇല്ലാതാക്കാനാണ് യഥാർത്ഥത്തിൽ നോക്കിയിരുന്നത്. അതാണ് ആന്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെന്റ്. ഈ ആന്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെന്റ് ഉണ്ടായിരുന്നത് MRTPയിലാണ്. പക്ഷെ ഈ കാര്യം പ്രൊഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പായിട്ട് എടുത്തിരുന്നത്. ദെൻ പ്രൊഹിബിഷൻ ഓഫ് അബ്യൂസ് ഓഫ് ഡൊമിനൻസ്, കാരണം അതാണ് രണ്ടാമത്തെ കാര്യം, പ്രൊഹിബിഷൻ ഓഫ് അബ്യൂസ് ഓഫ് ഡൊമിനൻസ്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെക്ടറിൽ കൂടുതലായിട്ട് ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നതിന് പകരം അങ്ങനെ ഒരു കൂടുതൽ ഡൊമിനന്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഡൊമിനന്റ് ആവാതിരിക്കാൻ വേണ്ടി നോക്കാറുണ്ടായിരുന്നു. ദെൻ ഇൻഡസ്ട്രിയുടെ 2022-23 കാര്യമാണ് അടുത്ത് പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് റൂറൽ ഡെവലപ്മെന്റ് ആണ്. ഈ റൂറൽ ഡെവലപ്മെന്റിൽ എന്താണ് റൂറൽ ഏരിയ, അതേപോലെ തന്നെ 2011 സെൻസസിൽ റൂറൽ ഏരിയയിൽ എത്രയാണ് പോപ്പുലേഷൻ എന്നുള്ളതും, ഡിഫറെന്റ് കമ്മിറ്റീസിന്റെ ലെവലിൽ പോവർട്ടി എസ്റ്റിമേറ്റ്സും, അതിനുശേഷം എങ്ങനെയാണ് റൂറലിനെയും അർബനെയും തരംതിരിക്കുന്നത്, അപ്പം അർബൻ ആവുന്ന സമയത്ത് എന്താണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇന്ത്യയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ് അബൌട്ട് ദ റൂറൽ ഏരിയ ഓഫ് ഇന്ത്യ, അതാണ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ ദീസ് വർ ദ ചലഞ്ചസ് ഓർ പ്രോബ്ലംസ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ: lack of electricity, poor industrial development, improper communication facilities, poor medical infrastructure, low literacy rate, unemployment, health conditions പോലുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പ്രശ്നമായിട്ടുണ്ടായിരുന്നത്. ഞാൻ അഗ്രികൾച്ചറിന്റെ ലെവലിൽ തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ റൂറൽ ഡെവലപ്മെന്റിന് മെയിനായിട്ടും അല്ലെങ്കിൽ റൂറൽ ഏരിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്
മെയിനായിട്ടും ആൾക്കാരുണ്ടായിരിക്കുക അഗ്രികൾച്ചറൽ ലെവലിലാണ് കൂടുതലായിട്ടും ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ പ്രൈമറി സെക്ടറിലായിരിക്കും. സോ അതിന് അവർക്ക് വേണ്ടിയിട്ടുള്ള അഗ്രികൾച്ചർ ക്രെഡിറ്റിന്റെ കേസിൽ നോക്കുന്ന സമയത്ത് ദർ ആർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സസ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സസിലാണ് നമ്മുടെ ഫോർമൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റ് എന്നാണ് പറയുക. ആൻഡ് ഇതാണ് പ്രധാനമായിട്ടും ചീപ്പായിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നമുക്ക് എന്ത് തരുന്നത്, ഒരു ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ തരുന്നത്. അതേപോലെ തന്നെ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സിലാണ് നമുക്ക് ഇൻഫോർമൽ ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ അവിടെ നമുക്ക് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടായിരിക്കാം. സോ റൂറൽ ബാങ്കിങ് എന്ന് പറയുന്നത് റൂറൽ ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നെന്ന് പറയുന്നത് ഫാമേഴ്സിന് ക്രെഡിറ്റ് ലഭിക്കാനും മണി ലെൻഡേഴ്സിന്റെ റോള്, അല്ലെങ്കിൽ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള മണി ലെൻഡേഴ്സ് പോലുള്ള കാര്യങ്ങളുടെ റോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ഫാമിംഗ് പോലുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനൊക്കെ നമുക്ക് റൂറൽ ക്രെഡിറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റ് പറയുന്ന സമയത്ത് വി ഹാവ് മണി ലെൻഡേഴ്സ്, റിച്ച് ലാൻഡ് ലോഡ്സ്, ട്രേഡേഴ്സ് ആൻഡ് ഫൈനലി വി ഹാവ് റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്. ഇതൊക്കെ നമുക്ക് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള സോഴ്സ് ഓഫ് ക്രെഡിറ്റ് ആയിട്ടാണ് പറയാം. അതേസമയം ഇൻസ്റ്റിറ്റ്യൂഷണൽ ആവുന്ന സമയത്ത് വി ഹാവ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, റീജിയണൽ ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്സ്, RRBs നോർമലി നബാർഡിന്റെ കീഴിലാണ് വരിക, ഓർത്തിരിക്കണം. ദെൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, കോപ്പറേറ്റീവ് ബാങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ദെൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, നമ്മുടെ കുടുംബശ്രീ പോലെയുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, ഇതൊക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റ് ആയിട്ടാണ് പറയാറുള്ളത്. ദെൻ റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, അതിലാദ്യം പ്രോഗ്രാംസ് ഫോർ സെൽഫ് വേജ് ആൻഡ് എംപ്ലോയ്മെന്റ് ആണ്. അതാണ് ഫസ്റ്റത്തെ MGNREG എന്ന് പറയുന്നത്, 2005 വന്നത്. ജോബ് ഗ്യാരണ്ടിയാണ് നൽകുന്നത്, അറ്റ്ലീസ്റ്റ് 100 days എങ്കിലും ജോബ് കൊടുക്കുന്ന രീതിയിൽ. ദെൻ SGSY പ്രൊമോട്ടിംഗ് സെൽഫ് എംപ്ലോയ്മെന്റ് ആണ്. ഓക്കെ, സ്വർണ്ണ ജയന്തി, ഗ്രാം സ്വരോസ്ഗർ യോജന, മെയിനായിട്ടും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, റൂറൽ ഏരിയയിലുള്ള ആൾക്കാർക്ക് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് യഥാർത്ഥത്തിൽ ഇത് കൊടുത്തിരുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഡൺ ത്രൂ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. ദെൻ പ്രധാനമായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ, റൂറൽ ഏരിയയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും മിനിമം ബേസിക് നീഡ്സും റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് അടുത്തുള്ളത്. അതിൽ ഒന്നാമത്തെ തന്നെ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന, റോഡ് കണക്ടിവിറ്റിയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സുജലധാര മെയിനായിട്ടും റൂറൽ വാട്ടർ സപ്ലൈ പ്രോഗ്രാംസ് ആണ്. ആൻഡ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2002 വന്ന സുജലധാരയാണ്. ഇറ്റ്സ് അബൌട്ട് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. ടോട്ടൽ ആയിട്ടുള്ള കോസ്റ്റിന്റെ 90% ഗവൺമെന്റ് വഹിക്കുമെങ്കിലും ബാക്കിയുള്ള 10% കമ്മ്യൂണിറ്റി എന്നാണ് വാങ്ങുക, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോൺട്രിബ്യൂഷൻ ആയിട്ടാണ് വാങ്ങുക. ആ പെർട്ടിക്കുലർ ഏരിയയിലുള്ള ആൾക്കാരിൽ നിന്ന് വാങ്ങുകയാണ് നോർമലി സുജലധാര പ്രോഗ്രാമിലൂടെ ചെയ്യാറുണ്ടായിരുന്നത്. ദെൻ പുര എന്ന് പറയുന്നത് പ്രൊവിഷൻ ഓഫ് അർബൻ അമ്യൂണിറ്റീസ് ടു റൂറൽ ഏരിയാസ്. അർബൻ ഏരിയയിൽ ഉണ്ടാകുന്ന എല്ലാ ഫെസിലിറ്റീസും റൂറൽ ഏരിയയിലേക്കും കൂടി എത്തിക്കുക എന്നുള്ളതാണ് പുര എന്ന് പറയുന്ന സ്കീം കൊണ്ട് മെയിനായിട്ടും ഉദ്ദേശിച്ചിരുന്നത്. സോ അതാണ് മെയിനായിട്ടും പുര എന്നുള്ള സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സമഗ്ര ആവാസ് യോജന 1998 പ്രോഗ്രാമാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മെയിനായിട്ടും ആൾക്കാരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. അപ്പം ഈ സമഗ്ര ആവാസ് യോജന യഥാർത്ഥത്തിൽ ചെയ്തിരുന്നത് ഈ പറയുന്ന ഹൗസസ് ക്രിയേറ്റ് ചെയ്യാനും, അതേപോലെ തന്നെ സാനിറ്റേഷൻ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ടും, ഡ്രിങ്കിങ് വാട്ടർ സ്കീംസിനൊക്കെ വേണ്ടിയിട്ടുണ്ടായിട്ടുള്ള ഡിഫറെൻറ്റ് പ്രോഗ്രാംസിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു കൺവേർജ് ആക്കിയിട്ടുള്ള ഒറ്റ പ്രോഗ്രാം ആയിട്ടാണ് സമഗ്ര ആവാസ് യോജന എന്ന് പറയുന്നത്. അതാണ് സമഗ്ര എന്ന് പറയുന്നത് കേട്ടോ. സമഗ്ര എന്ന് പറയുമ്പോൾ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇന്ദിര ആവാസ് യോജന, നമുക്കറിയാം ആവാസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ഇറ്റ്സ് അബൌട്ട് മെയിനായിട്ടും റൂറൽ ഏരിയയിലുള്ള ഹൗസിംഗ് ആണ്, റൂറൽ ഹൗസിംഗ് ആണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ക്രെഡിറ്റ് കം സബ്സിഡി സ്കീം ഉണ്ടായിരുന്നു റൂറൽ ഹൗസിങ്ങിന് വേണ്ടിയിട്ട്. ക്രെഡിറ്റ് ചില സബ്സിഡിയോട് കൂടിയിട്ടുള്ള ക്രെഡിറ്റ്, അതായത് ചെറിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഇൻകം കുറച്ച് മാത്രമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ രീതിയിൽ സബ്സിഡി കൊടുത്തിട്ടുള്ള ക്രെഡിറ്റ്. അതായത് അവർക്ക് എന്തായിരിക്കും, ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും എന്തായിരിക്കും, ലോ ആയിരിക്കും. അപ്പം ആ ഒരു മെത്തേഡിൽ ക്രെഡിറ്റ് കം സബ്സിഡി സ്കീം ഉണ്ടായിരുന്നു. ദെൻ രാജീവ് ഗാന്ധി ഗ്രാമീൺ വിദ്യുതീകരണ യോജന, ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഏപ്രിൽ 2005 വന്നിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് വെർഷൻ ആയിരുന്നു ദീൻ ദയാൽ ഉപാധ്യായ, അതായത് ഗ്രാമജ്യോതി യോജന എന്ന് പറയുന്നത്. റൂറൽ ഇന്ത്യയിൽ 24/7 പവർ സപ്ലൈ കൊടുക്കുക, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. സോ രാജീവ് ഗാന്ധി ഗ്രാമീൺ വിദ്യുതീകരണ യോജന റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമജ്യോതി യോജന കൊണ്ടുവരുന്നത്.
ദെൻ നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ആണ്. ഒന്നാമത്തത് ഇന്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെന്റ് പ്രോഗ്രാം ഓഫ് 2008-10. ഇവിടെ യഥാർത്ഥത്തിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള വാട്ടർ മാനേജ്മെന്റ് അല്ലെങ്കിൽ വാട്ടർഷെഡ് മാനേജ്മെന്റ് സിസ്റ്റം ആയിരുന്നു ഇവിടെ ചെയ്തിരുന്നത്. അപ്പം അവിടെ മെയിനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് സോയില്, വെജിറ്റേഷൻ ആൻഡ് വാട്ടർ, ഇതിനെല്ലാം നാച്ചുറൽ റിസോഴ്സസിനെ എല്ലാം ഡീഗ്രേഡ് ചെയ്യുന്നതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇന്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെന്റ് പ്രോഗ്രാം കൊണ്ടുവന്നിരുന്നത്. ദെൻ അതേപോലെ തന്നെ ലാൻഡ് റിഫോംസും ഇതിന്റെ കീഴിൽ തന്നെ പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെന്റിന് വേണ്ടി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സർപ്ലസ് ആയിട്ടുള്ള ലാൻഡുകൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാൻഡ് റിഫോംസ് കൊണ്ടുവന്നിരുന്നത്. 1923-ലും 36-ലും 70-ലും 84-ലും ഒക്കെ ലാൻഡ് റിഫോംസുമായി ബന്ധപ്പെട്ടുള്ള ഡിഫറെന്റ് ലോസ് വന്നിട്ടുണ്ട്. ദെൻ അതിൽ തന്നെ ലാൻഡ് കൺസോൾട്ടേഷനും നാഷണൽ ലാൻഡ്സ് റെക്കോർഡ് മോഡേണൈസേഷൻ പ്രോഗ്രാമും വരുന്നുണ്ട്. കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത്തരത്തിലുള്ള സ്കാറ്റേഡ് ആയിട്ട് കിടക്കുന്ന ലാൻഡുകളെല്ലാം ചേർത്തിട്ട് കൂടുതൽ പ്രൊഡക്ടിവിറ്റിയും പ്രൊഡക്ഷനും കൊണ്ടുവരിക അഗ്രികൾച്ചറൽ ലെവലിൽ വേണ്ടിയിട്ട്. പിന്നെ അതേസമയം നാഷണൽ ലാൻഡ് റെക്കോർഡ്സ് മോഡേണൈസേഷൻ പ്രോഗ്രാം 2008-ൽ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ലാൻഡ് റെക്കോർഡ്സുകൾ കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2008-ൽ അങ്ങനെ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിരുന്നത്. ദെൻ പ്രോഗ്രാംസ് ഫോർ സോഷ്യൽ സെക്യൂരിറ്റി, അതിലാണ് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം വരുന്നത്. എൽഡർലി, വിഡോസ്, അതുപോലെ തന്നെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി പോലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സോഷ്യൽ പെൻഷൻസിനെയാണ് നമ്മൾ നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിരുന്നത്. നാഷണൽ ഫാമിലി ബെനിഫിറ്റ് സ്കീം, ഒരു വീട്ടിലുള്ള ലൈക്ക് ബ്രെഡ് വിന്നർ ആരാണോ അവർ മരിച്ചു കഴിഞ്ഞാൽ ഒരു ലംസം എമൗണ്ട് ആയിട്ട് 20,000 കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ദെൻ അന്നപൂർണ സ്കീം മെയിനായിട്ടും ഫുഡ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഈ ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന സമയത്ത് അന്നപൂർണ കൊടുക്കുന്നത് ഈ ബെനിഫിഷ്യറീസിന് എവറി മന്ത്, അതായത് അന്നപൂർണന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ള പ്രോഗ്രാമുകളിലൊന്നും ഇപ്പോൾ PDS പോലെ കാര്യങ്ങളൊന്നും ഉൾപ്പെടാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ ലെഫ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു അന്നപൂർണ എന്ന് പറയുന്നത്. ദെൻ അന്ത്യോദയ അന്നയോജന ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഫുഡ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ളത്. ദെൻ ICDS ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം മെയിനായിട്ടും മദേഴ്സിനും അതേപോലെ തന്നെ 6 ഇയറിൻ്റെ ഉള്ളിലുള്ള ചിൽഡ്രന് വേണ്ടിയിട്ടുള്ള പ്രൈമറി ഹെൽത്ത് കെയറും അതുപോലെ എഡ്യൂക്കേഷനും അതുപോലെ ഫുഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ICDS മെയിനായിട്ട് കൊണ്ടുവന്നിരുന്നത്. മെയിനായിട്ട് ഇന്ത്യയിലുള്ള അംഗനവാടി യൂണിറ്റ്സിലൂടെ ആയിരുന്നു റൂറൽ ഏരിയയിൽ ICDS പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തിരുന്നത്. അടൽ പെൻഷൻ യോജന മന്ത്ലി ഒരു പെൻഷൻ സിസ്റ്റം പോലെ. ഇതിന് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം, അടൽ പെൻഷൻ യോജന ഫോക്കസ് ചെയ്തിരുന്നത് അൺഓർഗനൈസ്ഡ് സെക്ടർ, ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. 18 to 40 ഇയേഴ്സ് ഓഫ് ഏജിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന സ്കീമിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് ആഫ്റ്റർ 60 ഇയേഴ്സ് ഓഫ് ഏജ് യു വിൽ ബി ഗെറ്റിംഗ് പെൻഷൻസ്. ദെൻ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയാണ്. അവിടെയാണ് നമ്മൾ 2015-ൽ കൊണ്ടുവന്ന പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയുടെ ഫോക്കസ് എന്ന് പറയുന്നത് സ്കിൽ ഡെവലപ്മെന്റ് ആണ്. ഇതിന്റെ ഫസ്റ്റ് വേർഷൻ ഫോക്കസ് ചെയ്തിരുന്നത് more than 19 lakh students were trained as against the target of 24 lakh. അതേസമയം PMKVY 2.0 വന്നിരുന്നു. അവിടെ യഥാർത്ഥത്തിൽ ട്രെയിനിങ് ആണ് for 10 million youth by the year 2020. അതേസമയം അതായത് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന 3.0 വന്ന സമയത്ത് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് മേക്കിംഗ് ഓവർ 300 സ്കിൽ കോഴ്സസ് അവൈലബിൾ ടു ദം ആണ്. ദെൻ PMKVY അതായത് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന 2023-ൽ വന്ന് 4.0-ൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിരുന്നത് ഈ സ്കില്ല് കിട്ടിയ ആൾക്കാർക്ക് തന്നെ ജോലി നേടിക്കൊടുക്കുക എന്ന് പറയുന്നതും ആ ഒരു ഇൻഡസ്ട്രിയൽ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതുമാണ് 4.0 മെയിനായിട്ടും ഫോക്കസ് ചെയ്തിരുന്നത്. സ്കില്ല് ആദ്യം ചെയ്തിരുന്നത് സ്റ്റുഡൻസിന് കൊടുക്കുന്നു, രണ്ടാമത് ചെയ്തിരുന്നത് യൂത്ത് ആയിട്ടുള്ള ആൾക്കാർക്ക് 10 മില്യൺ ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. ദെൻ മൂന്നാമത് ചെയ്തിരുന്നത് 300 സ്കിൽ കോഴ്സസ് അവൈലബിൾ ആക്കി എന്നുള്ളതാണ്. നാലാമത് ചെയ്തത് ഈ പറയുന്ന സ്കിൽ കോഴ്സസും ഇൻഡസ്ട്രിയൽ പാർട്ട്ണർഷിപ്പും കൂടി ലിങ്ക് ചെയ്തു എന്നുള്ളതാണ്. ദെൻ സൻസദ് ആദർശ് ഗ്രാമ യോജന ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓരോ MP-മാർക്കും മിനിമം ഇത്ര, അതായത് 3 വില്ലേജുകൾ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ എല്ലാ തരത്തിലും, അല്ലെങ്കിൽ 2019 ആകുമ്പോഴേക്കും 3 വില്ലേജസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ MP-മാർക്കും ഒരു റോള് കൊടുക്കുകയാണ് ഇതാണ് ചെയ്തിരുന്നത്. 2024 കൂടി 8 വില്ലേജസ് ആയിട്ട് കൂടുകയും ചെയ്തു. അതായത് റൂറൽ ഡെവലപ്മെന്റ് ഉദ്ദേശിക്കുന്നത് ഓരോ MP-മാരും, ഇപ്പൊ ഞാൻ MP ആണെങ്കിൽ ഐ വിൽ ഹാവ് ടു ചൂസ് 3 വില്ലേജസ്. ആ 3 വില്ലേജസ് കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളതായിരുന്നു ഇതിലുള്ള സൻസദ് ആദർശ് ഗ്രാം യോജനയുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ദെൻ
ഭാരത് നിർമ്മാൺ 2005 കൊണ്ടുവന്നിരുന്നത്. ഈ ഭാരത് നിർമ്മാണിൽ യഥാർത്ഥത്തിൽ ചെയ്തത് പല രീതിയിൽ, അല്ലെങ്കിൽ ഇറിഗേഷന്റെ മുകളിൽ, റോഡ്സിന്റെ മുകളിലൊക്കെ ഉണ്ടായിരുന്ന പല പ്രൊജക്റ്റുകളെയും ലിങ്ക് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ റൂറൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള എല്ലാ സ്കീമുകളും ലിങ്ക് ചെയ്യാണ് യഥാർത്ഥത്തിൽ ചെയ്തിരുന്നത്. ഇറിഗേഷന് വേണ്ടിയിട്ടുള്ള, അതേപോലെ തന്നെ റോഡ്സിന് വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന, ഹൗസിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രധാനമന്ത്രി ആവാസ് യോജന, വാട്ടർ സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള നാഷണൽ റൂറൽ ഡ്രിങ്കിംഗ് വാട്ടർ പ്രോഗ്രാം, ഇലക്ട്രിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള രാജീവ് ഗാന്ധി ഗ്രാമീൺ വിദ്യുതീകരണ യോജന, അതേപോലെ തന്നെ ടെലി കമ്മ്യൂണിക്കേഷൻ കണക്ടിവിറ്റി, ഇതെല്ലാം ലിങ്ക് ചെയ്തുകൊണ്ടായിരുന്നു ഭാരത് നിർമ്മാണം കൊണ്ടുവന്നിരുന്നത്. ഇവൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഭാരത് നിർമ്മാണിനെ കുറിച്ച്, വാട്ട് ആർ ദ കോമ്പണൻസ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പം 6 കോമ്പണൻസ് ആണുള്ളത്: ഇറിഗേഷൻ, റോഡ്സ്, ഹൗസിംഗ്, വാട്ടർ സപ്ലൈ, ഇലക്ട്രിഫിക്കേഷൻ, ദെൻ ഫൈനലി കമ്മ്യൂണിക്കേഷൻ. ദെൻ കംസ് അർബൻ ഡെവലപ്മെന്റ്. ഈ അർബൻ ഡെവലപ്മെന്റ് പറയുന്ന സമയത്ത് ആദ്യം അർബൻ ഏരിയ എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. മിനിമം പോപ്പുലേഷൻ ഓഫ് 5,000 ആയിരിക്കണം. അതേപോലെ തന്നെ 75% ഓഫ് മെയിൽ വർക്കിംഗ് പോപ്പുലേഷൻ ഷുഡ് ബി എൻഗേജ്ഡ് ഇൻ നോൺ അഗ്രികൾച്ചറൽ ജോബ്സിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ദെൻ എ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് 400 persons per സ്ക്വയർ കിലോമീറ്റർ എന്ന് പറയുന്നതും ഈ 3 ക്രൈറ്റീരിയ ആണ് പ്രധാനമായിട്ടും നമ്മൾ അർബൻ ഏരിയക്ക് വേണ്ടി എടുത്തിരുന്നത്. അതിനുശേഷം ഒരു ഗ്രാഫിക്കലായിട്ടുള്ള ഒരുപാട് റെപ്രസെൻറ്റേഷൻസ് എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ, അപ്പം 2050 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ മോർ ദാൻ ഹാഫ് ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ വിൽ ബി ലിവിങ് ഇൻ അർബൻ ഏരിയ എന്നുള്ളതാണ് പ്രഡിക്ഷൻ പറയുന്നത്. ഇന്ത്യയുടെ സെൻസസ് പ്രകാരം പറഞ്ഞതാണ്. പിന്നെ അതേപോലെ തന്നെ അപ്രോക്സിമേറ്റ്ലി എത്ര ആൾക്കാർ അതിൽ അർബൻ പോപ്പുലേഷനിൽ ഉണ്ടായിരിക്കും, അതിനെക്കുറിച്ചുള്ള ഡിഫറെൻറ്റ് ഡാറ്റകളാണ് പിന്നെ പറഞ്ഞിരുന്നത്. പിന്നെ നമ്മൾ അർബൻ ഡെവലപ്മെന്റ് സ്കീമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതിൽ ആദ്യത്തത് സ്മാർട്ട് സിറ്റീസ് മിഷൻ. ഓരോ സിറ്റീസിനെയും പ്ലാൻഡ് ആയിട്ടുള്ള അർബനൈസേഷനും അതേപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും കൊണ്ടുവരിക എന്നുള്ളതാണ് മെയിനായിട്ട് ഉദ്ദേശം. അവിടെ തന്നെ പ്രധാനമായിട്ട് അവർ പറയുന്ന ഹൈ ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ അർബൻ ഏരിയയിലേക്ക് കൊണ്ടുവരിക. കൂടുതലായിട്ടും ബേസിക് അമ്യൂണിറ്റീസ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് സർവീസസ്, IT, അതേപോലെ തന്നെ ഡിജിറ്റലൈസേഷൻ, ഗവേണൻസ്, അതേപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പോലുള്ള കാര്യങ്ങളെല്ലാം, അതിൻ്റെ പ്രൊവിഷൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ഹൈ ക്വാളിറ്റിയിൽ എവിടെ കൊടുക്കാൻ പറ്റണം, നമ്മുടെ സിറ്റീസിൽ കൊടുക്കാൻ പറ്റുകയാണ് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ ഇത്രയും നമ്പർ ഓഫ് സിറ്റീസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ സിറ്റീസിലേക്ക് പല പ്രൊജക്റ്റുകളും ഇംപ്ലിമെന്റ് ചെയ്യാണ് ചെയ്യുക. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ തന്നെ അർബൻ ഉണ്ട്, അതാണ് ഹൗസിംഗ് ഫോർ ഓൾ എന്ന് പറയുന്നത്. ഫോർ പ്രൊവൈഡിങ് 20 million അഫോർഡബിൾ ഹോംസ് ഫോർ ദ അർബൻ പുവർ ഇൻക്ലൂഡിംഗ് സ്ലം ഡ്വല്ലേഴ്സ്. അർബൻ പുവർ ഇൻക്ലൂഡിംഗ് സ്ലം ഡ്വല്ലേഴ്സ്, ആ വേർഡ് ഓർക്കണം. ദെൻ ഇതെന്ന് പറയുന്നത് സെൻട്രലി സ്പോൺസർഡ് സ്കീമാണ്. 2 കോമ്പണൻസ് ആണ് ഉണ്ടായിരുന്നത്, അർബൻ ആൻഡ് റൂറൽ. സ്വച്ഛ് ഭാരത് മിഷൻ നമുക്കറിയാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രധാനമായിട്ടും സാനിറ്റേഷൻ കവറേജും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ദെൻ ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ, JNNURM എന്ന് പറയും. അവിടെ നമ്മൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്ന സിറ്റി മോഡേണൈസേഷൻ സ്കീമാണിത്. സിറ്റി മോഡേണൈസേഷൻ സ്കീമാണ്. ഇതിൽ ബേസിക് സർവീസസ് ഫോർ അർബൻ പുവർ എന്ന് പറയുന്ന ഒരു കോമ്പണന്റും ഉണ്ട്. ഇന്റഗ്രേറ്റഡ് ഹൗസിംഗ് ആൻഡ് സ്ലം ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു കോമ്പണന്റും ഉണ്ട്. ഈ 2 കോമ്പണന്റുകളും കൂടി കൂട്ടിയിട്ടുള്ളതാണ് JNNURM എന്ന് പറയുന്നത്. ഈ 2 കോമ്പണൻസും യൂസ് ചെയ്തിട്ട് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെയിനായിട്ടും നാഷണൽ ലെവലിൽ അർബൻ ഏരിയയിൽ എന്ത് ചെയ്യാണ്, ഒരു സിറ്റി മോഡേണൈസേഷൻ കൊണ്ടുവരികയാണ് ഈ പറഞ്ഞ JNNURM നടത്തിയിരുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ ലോ ഫ്ലോർ ബസ്സൊക്കെ യഥാർത്ഥത്തിൽ ഈ JNNURMന്റെ ഭാഗമായിട്ട് വന്നതാണ് ഇന്ത്യയിൽ കേട്ടോ. ദെൻ അമൃത് അടൽ മിഷൻ ഫോർ റീജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ 2015 ലോഞ്ച് ചെയ്തിരുന്നത്. മെയിനായിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേഷൻ, അതേപോലെ തന്നെ ബെറ്റർ സർവീസസ് ടു ദ സിറ്റിസൺ. ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി ക്ലോസ്ലി കണക്റ്റഡ് ടു സ്വച്ഛ് ഭാരത് മിഷനുമാണ്. അതേപോലെ തന്നെ വാട്ടർ സപ്ലൈ ഫെസിലിറ്റീസ്, സിവറേജ് നെറ്റ്വർക്ക്സ്, സ്റ്റോം വാട്ടർ ഡ്രെയിൻസ്, അർബൻ ട്രാൻസ്പോർട്ട്, അതുപോലെ തന്നെ ഓപ്പൺ ആൻഡ് ഗ്രീൻ സ്പേസസിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. മെയിനായിട്ടും 500 ഇന്ത്യൻ സിറ്റീസ് ആയിരുന്നു ഇതിനു വേണ്ടി ഫോക്കസ് ചെയ്തിരുന്നത്. ദെൻ ഹൃദയ് എന്ന് പറയുന്നത് ഹെറിറ്റേജ് സിറ്റി ഡെവലപ്മെന്റ് ആൻഡ് ഓഗ്മെന്റേഷൻ യോജന. അതായത് ഓരോ സിറ്റിയുടെ അല്ലെങ്കിൽ ഹെറിറ്റേജ് ആയിട്ടുള്ള പല സിറ്റികളും ഇന്ത്യയിലുണ്ട്. അത്തരം സിറ്റീസിന്റെ സോൾസ് അവിടെ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് അവിടേക്ക് കൂടുതലായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളും അതുപോലെ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ മെത്തേഡുകളും കൊണ്ടുവരലാണ് യഥാർത്ഥത്തിൽ ഹെറിറ്റേജ് സിറ്റി ഡെവലപ്മെന്റ് ആൻഡ് ഓഗ്മെന്റേഷൻ യോജന ഹൃദയ് ചെയ്തിരുന്നത്. ദെൻ നാഷണൽ അർബൻ ലിവ്ലിഹുഡ് മിഷൻ, ഇത് യഥാർത്ഥത്തിൽ പ്രൊമോഷൻ പ്രോഗ്രാംസ് ടു റെഡ്യൂസ് പോവർട്ടി ആൻഡ് വൾണറബിലിറ്റി ഓഫ് ദ അർബൻ പുവർ households by enabling them to access gainful self-employment and skilled wage employment opportunities.
ദെൻ നാഷണൽ അർബൻ ട്രാൻസ്പോർട്ട് പോളിസി, അതാണ് 2006 വന്നിരുന്നത്. അർബൻ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് അർബൻ പ്ലാനിംഗ് സ്റ്റേജിന് വേണ്ടിയിട്ടായിരുന്നു ഇതിലുണ്ടായിരുന്നായിരുന്നു മെയിനായിട്ട് നാഷണൽ അർബൻ ട്രാൻസ്പോർട്ട് പോളിസി. ദെൻ ഫോറിൻ ട്രേഡിലേക്ക് പോകുന്ന സമയത്ത് ഇന്ത്യയുടെ ഇന്റർനാഷണൽ ട്രേഡിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും പഴയ കാര്യങ്ങളിൽ ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഏറ്റവും ആദ്യം പറഞ്ഞിരുന്നത്. മെയിനായിട്ടും ഇന്ത്യ യൂസ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ യൂറോപ്യൻസ് 1498 ആദ്യമായിട്ട് ഇന്ത്യ എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലേക്ക് ഒരു സീ റൂട്ട് കണ്ടെത്തുന്നത്. ആൻഡ് അവിടെ നമ്മൾ പ്രധാനമായിട്ട് ആ സമയത്ത് എക്സ്പോർട്ട് ചെയ്തിരുന്ന ഐറ്റംസ് പെപ്പർ, ജിഞ്ചർ, സിനമൺ, കാഡ്മം, നട്ട്മെഗ്, മെയ്സ്, ക്ലോസ് പോലെയുള്ള ഫുള്ളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സ്പൈസസിന്റെ എക്സ്പോർട്ട് ആയിരുന്നു മെയിനായിട്ടും ഇന്ത്യ ഫോക്കസ് ചെയ്തിരുന്നത്. ആൻഡ് എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് എങ്ങനെയാണ് ഇന്ത്യയുടെ എത്രത്തോളം കമ്മോഡിറ്റി എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, എത്ര കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ഇന്ത്യ എത്രത്തോളം 6000 കമ്മോഡിറ്റീസ് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫ്രം 140 കൺട്രീസ്. അപ്പം ബാലൻസ് ഓഫ് ട്രേഡ്, അതേപോലെ തന്നെ എക്സ്പോർട്ട് ഓഫ് ഇന്ത്യയിൽ പെട്രോളിയം പ്രൊഡക്ട്സ് ഉണ്ട്, പ്രഷ്യസ് സ്റ്റോൺസ് ഉണ്ട്, ഡ്രഗ് ആൻഡ് ഫോർമുലേഷൻസ് ആൻഡ് ബയോളജിക്കൽസ്, ദെൻ ഗോൾഡ് ആൻഡ് അതർ പ്രഷ്യസ് മെറ്റൽസ് ആൻഡ് ആർ ദ ടോപ്പ് എക്സ്പോർട്ടഡ് കമ്മോഡിറ്റീസ്. പെട്രോളിയം പ്രൊഡക്ട്സ്, പ്രഷ്യസ് സ്റ്റോൺസ്, ഡ്രഗ് ഫോർമുലേഷൻസ്, ബയോളജിക്കൽസ് പോലുള്ള കാര്യങ്ങൾ. ദെൻ ഇമ്പോർട്ട്സ് ഓഫ് ഇന്ത്യ നോക്കുന്ന സമയത്ത് ക്രൂഡ് പെട്രോളിയം, ഗോൾഡ്, പെട്രോളിയം പ്രൊഡക്ട്സ്, കോള്, കോക്ക് ആൻഡ് ബ്രിക്കറ്റ്സ് പോലുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. ആൻഡ് ഇന്ത്യ സർവീസ് സെക്ടറിന്റെ കേസിൽ ഇന്ത്യ ഈസ് ഹാവിങ് ലൈക്ക് ഇപ്പം നമ്മൾ കമ്മോഡിറ്റി എക്സ്പോർട്ടും ഉണ്ട്, അതേപോലെ തന്നെ സർവീസസിന്റെ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഉണ്ട്. അപ്പം നമ്മൾ കമ്മോഡിറ്റിന്റെ ട്രേഡ് നോക്കുന്ന സമയത്ത് വി ആർ ഹാവിങ് ഡെഫിസിറ്റ്, വെറസ് അതേസമയം നമ്മൾ സർവീസ് സെക്ടറിൽ നോക്കുന്ന സമയത്ത് വി ആർ എക്സ്പീരിയൻസിങ് ആക്ച്വലി എ സർപ്ലസ്. ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. ദെൻ ഇന്ത്യയുടെ ടോപ്പ് ട്രേഡിംഗ് പാർട്ട്നേഴ്സ് ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫസ്റ്റ്, സെക്കൻഡ് ചൈന, UAE, സൗദി അറേബ്യ, റഷ്യ, ഇന്തോനേഷ്യ. ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇസ് ദ ഓൺലി കൺട്രി വിത്ത് വിച്ച് വി ഹാവ് എ പോസിറ്റീവ് ബാലൻസ് ഓഫ് ട്രേഡ്, വിച്ച് മീൻസ് നമുക്ക് വരുന്ന ഇൻഫ്ലോ ഓഫ് മണി എന്ന് പറയുന്നത് കൂടുതലാണ് rather than the outflow. We are exporting more to US. ദെൻ ടോപ്പ് എക്സ്പോർട്ട് കമ്മോഡിറ്റീസ് ആണ് പറഞ്ഞിട്ടുള്ളത്, റിഫൈൻഡ് പെട്രോളിയം, ഡയമണ്ട്സ്, ആ ഒരു കാര്യങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. ദെൻ ടോപ്പ് 10 കൺട്രീസ് ടു വിച്ച് ഇന്ത്യ എക്സ്പോർട്സ് ദ മോസ്റ്റ്, USA, UAE, നെതർലാൻഡ്സ്, ചൈന പോലുള്ള കൺട്രീസ്. ദെൻ സർവീസ് എക്സ്പോർട്സ് ആണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദെൻ ടോപ്പ് 10 ഇമ്പോർട്ട് കമ്മോഡിറ്റീസ് ഏതൊക്കെയാണ്? പെട്രോളിയം, ഗോൾഡ്, കോള്, അതേപോലെ തന്നെ ഡയമണ്ട്സ് ഒക്കെയാണ് മെയിനായിട്ട് ഇന്ത്യ മെയിനായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് ഏത് കൺട്രീസിൽ നിന്നാണ്. ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് പൊസിഷൻ, അതേപോലെ തന്നെ ഇന്ത്യയുടെ ഫോറിൻ റിസർവ്സ്, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എത്രയാണ്, അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഫോറിൻ കറൻസി അസറ്റ്, മറ്റു രാജ്യങ്ങളുടെ ഫോറിൻ കറൻസീസ്. രണ്ടാമത്തത് ഗോൾഡ്. മൂന്നാമത്തത് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്, SDR എന്ന് പറയും. യഥാർത്ഥത്തിൽ IMFന്റെ കറൻസിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ദെൻ IMFൽ നമുക്ക് എന്തുണ്ട്? ഓരോ കൺട്രീസിനും ഒരു പെർട്ടിക്കുലർ സബ്സ്ക്രൈബ് ആയിട്ടുള്ള കോട്ടയുണ്ട്, അതാണ് അടുത്തത്. ദെൻ ഫോറിൻ ട്രേഡ് പോളിസി. ഫോറിൻ ട്രേഡ് പോളിസി പ്രധാനമായിട്ടും നിങ്ങൾ 2015-20 ഫോറിൻ ട്രേഡ് പോളിസി ഉണ്ട്, അതേപോലെ 2023 വന്ന ഫോറിൻ ട്രേഡ് പോളിസി ഉണ്ട്. 2015-20 വന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അതിനുശേഷമുള്ളതാണ്. അതേസമയം നിങ്ങൾ അറിഞ്ഞിരിക്കണം, there were different features of foreign trade policy 2015-20 where we can expect some questions also. That ഒന്നാണ് മെർക്കൻഡൈസ് എക്സ്പോർട്ട് ഫ്രം ഇന്ത്യ സ്കീമും സർവീസ് എക്സ്പോർട്ട് ഫ്രം ഇന്ത്യ സ്കീമും പേപ്പർലെസ് ആയിട്ടുള്ള ട്രേഡ് ആൻഡ് ഓൺലൈൻ ഫയലിംഗ് ഓഫ് ഫോംസും. ദെൻ ഫോറിൻ ട്രേഡ് പോളിസി 2023 അതിന്റെ മെയിൻ അപ്രോച്ച് എന്ന് പറയുന്നത് ഒന്ന്, ഇൻസെന്റീവ് ടു റെമിഷൻ, എക്സ്പോർട്ട് പ്രൊമോഷൻ ത്രൂ കൊളാബറേഷൻ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, എമർജിംഗ് ഏരിയാസ്. ഈ പറയുന്ന 4 കാര്യത്തിനായിരുന്നു 2023 അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം വന്നതാണ് ഫോറിൻ ട്രേഡ് പോളിസി. ദെൻ അതിലുണ്ടായിട്ടുള്ള ഗോളും ടാർഗറ്റ്സും ആണ് മെയിനായിട്ടും പറയുന്നത്. ഇന്ത്യയുടെ ഓവറോൾ എക്സ്പോർട്ട് എന്ന് പറയുന്നത് $2 trillion ആക്കുക എന്ന് പറയുന്നതാണ് ടാർഗറ്റ് ആയിട്ട് മെയിനായിട്ടും ബൈ 2030. So the government also intend to encourage the use of Indian currency in cross-border trade. ഇന്ത്യൻ കറൻസിയുടെ ഡിപ്രിസിയേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ഈവൻ ക്രോസ് ബോർഡർ ട്രേഡിന് വേണ്ടിയിട്ട് മറ്റുള്ള കൺട്രീസിന്റെ ബന്ധപ്പെട്ടുള്ള ട്രേഡിന് വേണ്ടിയിട്ട് ഇന്ത്യൻ കറൻസി യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളും ഈ പറയുന്ന ഫോറിൻ ട്രേഡ് പോളിസിയിൽ പറഞ്ഞിരുന്നു. ആൻഡ് ദിസ് കുഡ് ബി പെർട്ടിക്കുലർലി അഡ്വാൻറ്റേജസ് ഇൻ ദ കേസ് ഓഫ് കൺട്രീസ് വിത്ത് വിച്ച് ഇന്ത്യ എൻജോയ്സ് എ ട്രേഡ് സർപ്ലസ്. ഇപ്പോൾ USA പോലുള്ള കൺട്രീസിലേക്ക് നോക്കുകയാണെന്ന സമയത്ത് നമുക്ക് അത്തരം കൺട്രീസിൽ നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത്തരം കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതേ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ത്യൻ കറൻസി എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ
അയൽ രാജ്യങ്ങളുമായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ എക്സ്ചേഞ്ച്. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ പറയുന്ന സമയത്ത് വി നോ ദാറ്റ് ദർ ആർ സം ക്യാരക്ടറിസ്റ്റിക്സ്. അതേപോലെ തന്നെ സി രംഗരാജൻ കമ്മീഷനാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിരുന്നത്. ദെൻ രാകേഷ് മോഹൻ കമ്മിറ്റിയാണ് ഇൻഫ്രാസ്ട്രക്ചർ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചർ, ഏതൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിരുന്നത്. ആൻഡ് ഹി ഐഡന്റിഫൈഡ് ദീസ് 7 as the infrastructures like telecom, water supply, gas, electricity, roads and industrial parks, urban infrastructure, and finally railways, ports and airports. Then World Bank പവറിനെയും വാട്ടർ സപ്ലൈനെയും സീവറേജിനെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഏതൊക്കെയാണ് വേൾഡ് ബാങ്കിന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളതും നമ്മുടെ എക്കണോമിക് സർവേയിലേക്ക് വരുന്ന സമയത്ത് ഏതൊക്കെയാണെന്നുള്ളതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ദെൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നമുക്ക് എക്കണോമീനെ ഡയറക്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സിസ്റ്റത്തിനാണ് അത് പറയാം. അവിടെ നമ്മൾ യഥാർത്ഥത്തിൽ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ നമുക്ക് അവിടെ ഉണ്ടായിട്ടുണ്ടാവും. അതാണ് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ പ്രത്യേകത. സോഷ്യൽ എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ആക്ച്വലി ക്രിയേറ്റ്സ് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇറ്റ്സ് ആക്ച്വലി ഹ്യൂമൻ ക്യാപിറ്റൽ ആണ്. ഇവിടെ നമ്മൾ എക്കണോമിക് ആയിട്ടുള്ള കേസിൽ വിൽ ബി ഹാവിങ് ഫിസിക്കൽ ക്യാപിറ്റൽ. ഫോർ എക്സാമ്പിൾ നമ്മൾ എനർജി അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ, റോഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, കമ്മ്യൂണിക്കേഷൻ ലൈൻസ് കൊണ്ടുവരുന്നു, അതൊക്കെ നമുക്ക് എന്താണ്? ഫിസിക്കൽ ആയിട്ടുള്ളതാണ്. അപ്പൊ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന സമയത്ത് അവിടെ നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റലിനെയാണ് മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഹൗസിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടാണ് പറയാം. ദെൻ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്, ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക് ആയിട്ട് അതിൽ വരുന്നത്. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെന്റും അതേപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ നടക്കുന്ന പല പ്രോഗ്രാംസുകളും പുതിയതായിട്ട് കൊണ്ടുവരുന്ന ഏത് പ്രോഗ്രാംസ് ആണെങ്കിലും മെയിൻ ആയിട്ടും PPP ബേസിലാണ്. ദാറ്റ് ഈസ് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിന്റെ ബേസിസിലാണ്. അപ്പൊ ഈവൻ നമ്മൾ ഇപ്പൊ ടോൾ കൊടുക്കുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ദെൻ ലാൻഡ് റിഫോംസ്, ഇന്ത്യയിൽ വന്നിട്ടുള്ള ലാൻഡ് റിഫോംസ്, അതിന്റെ ഉദ്ദേശം ഒന്ന് അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറീസ്, ടെനൻസി റിഫോംസ്, ദെൻ സീലിംഗ് ഓൺ ലാൻഡ് ഹോൾഡിംഗ്സ്, കൺസോളിഡേഷൻ ഓഫ് ഹോൾഡിംഗ്സ്, ദെൻ കോപ്പറേറ്റീവ് ഫാമിംഗ്, ഭൂദാൻ മൂവ്മെന്റ്, ദെൻ കമ്പൈലേഷൻ, ദെൻ അതേപോലെ തന്നെ അപ്ഡേറ്റിംഗ് ഓഫ് ലാൻഡ് റെക്കോർഡ്സ്, ബ്യൂറോക്രാറ്റിക് കറപ്ഷൻ. ദെൻ ജമീന്ദാരി സിസ്റ്റം. ഇപ്പൊ നിങ്ങൾ ബിഫോർ ഇൻഡിപെൻഡൻസ് നോക്കുന്ന സമയത്ത് അഗ്രികൾച്ചറൽ ഫീൽഡിൽ അല്ലെങ്കിൽ ലാൻഡ് റിഫോമുമായി ബന്ധപ്പെട്ട് there were some systems or tax systems introduced by them. അതിലാണ് ജമീന്ദാരി സിസ്റ്റം വരുന്നുണ്ട്, റയട്ട്വാരി സിസ്റ്റം, അതേപോലെ തന്നെ മഹൽവാരി സിസ്റ്റം. ഈ പറയുന്ന 3 കാര്യം വന്നിരുന്നത് അവരുടെ പീരീഡിലായിരുന്നു. ജമീന്ദാരി സിസ്റ്റം പ്രധാനമായിട്ടും ജമീന്ദാർമാർ കളക്ട് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ റയട്ട്വാരി സിസ്റ്റം മെയിനായിട്ടും ഡയറക്ട്ലി പെസൻസിന്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന രീതിയായിരുന്നു. മഹൽവാരി ശരിക്കും ചെയ്തിരുന്നത് ഓരോ വില്ലേജിന്റെയും ഹെഡ്മാൻ ആയിരുന്നു അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നത്. മഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ അതിൽ കൂടുതലോ വില്ലേജുകൾ ചേർന്നിട്ടുള്ള ഏരിയയാണ് മഹൽ എന്ന് വിളിച്ചിരുന്നത്. ദെൻ ലേബർ റിഫോംസ്, അവിടെ യഥാർത്ഥത്തിൽ നമുക്ക് വർക്കേഴ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം കറന്റ് സിറ്റുവേഷനിൽ ഇന്ത്യയിൽ മെജോറിറ്റി ആൾക്കാർ, നിയർലി 90% പീപ്പിൾ വർക്ക് ചെയ്യുന്ന ഇൻഫോർമൽ സെക്ടറിലാണ്. അപ്പം ലേബർ റിഫോംസ് 2014-15 മെയിനായിട്ടും മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റിനും അതേപോലെ തന്നെ ഈസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന കാര്യത്തിനും വേണ്ടിയിട്ടായിരുന്നു മെയിനായിട്ടും 2014-15 ലേബർ റിഫോംസ് കൊണ്ടുവന്നിരുന്നത്. പക്ഷേ 2020 വന്നത് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിരുന്നത് ഇൻഫോർമൽ സെക്ടറിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് 3 പ്രധാനപ്പെട്ട കോഡുകൾ, ലേബർ കോഡുകൾ വന്നു. ലേബർ കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആൻഡ് ഒക്യുപ്പേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ്. ഈ പറയുന്ന 4 എണ്ണം വന്നത് 2020 ലേബർ കോഡ് പ്രകാരമാണ്. സോഷ്യൽ സെക്യൂരിറ്റി കോഡ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകൾ വർക്കേഴ്സിനും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാണ് യഥാർത്ഥത്തിൽ ചെയ്തിരുന്നത്. അവിടെ ഫോക്കസ് ചെയ്യുന്ന പ്രധാനമായിട്ടും അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ്, അതേപോലെ തന്നെ ഫിക്സഡ് ടേം എംപ്ലോയീസ്, ദെൻ ഇൻഡസ്ട്രേറ്റ് മൈഗ്രന്റ് ആയിട്ടുള്ള വർക്കേഴ്സ്, ഫിലിം ഇൻഡസ്ട്രി വർക്കേഴ്സ്, കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, അതുപോലെ തന്നെ ഗിഗ് വർക്കേഴ്സ് ആൻഡ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ്. ഗിഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ സൊമാറ്റോയിലൊക്കെ ചെയ്യുന്ന പോലെ ഒരു സെപ്പറേറ്റ് എഗ്രിമെന്റിലൂടെ വരുന്ന വർക്കേഴ്സ്, ഓല, ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ്. ദെൻ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് ഇവിടെയും ചെയ്തിരുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഓൾറെഡി നിലവിലുള്ളതിനെ ഉള്ളിലേക്ക് നമ്മുടെ
അടുത്ത ഒരു ഭാഗമായിട്ട് ഇൻഫോർമൽ സെക്ടറിനും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരുന്നത്. അതേപോലെ തന്നെ അവിടെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇൻഡസ്ട്രി എസ്റ്റാബ്ലിഷ്മെന്റ് വിത്ത് 100 or more വർക്കേഴ്സ് ആർ എംപ്ലോയിഡ് ഷുഡ് കോൺസ്റ്റിറ്റ്യൂട്ട് എ വർക്ക്സ് കമ്മിറ്റി. അപ്പം എംപ്ലോയേഴ്സും ആരാണോ ജോലിക്ക് വന്നിട്ടുള്ള ആൾക്കാര്, അതേപോലെ തന്നെ ആരാണോ അവിടെ ആ ബിസിനസ് നടത്തുന്നത് അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയുടെ കാര്യമായിട്ടുള്ളത്, അവർ രണ്ടുപേരും കൂടിയിട്ടുള്ള അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കണം ഫോർ എ ഡിസ്കഷൻ റിഗാർഡിംഗ് എനി ഇഷ്യൂസ് ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് എംപ്ലോയേഴ്സ്. ദെൻ ഓരോ ഇൻഡസ്ട്രി എസ്റ്റാബ്ലിഷ്മെന്റും മിനിമം 20 ആൾക്കാരുള്ള ഏതൊരു എസ്റ്റാബ്ലിഷ്മെന്റിലും മിനിമം ഒരു ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റീസ് ഉണ്ടായിരിക്കണം ഫോർ ദ ഡിസ്പ്യൂട്ട്. എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ ആ പറയുന്ന ഡിസ്പ്യൂട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഒക്യുപേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ അവിടെ യഥാർത്ഥത്തിൽ ചെയ്തിരുന്നത് ഇൻഫോർമൽ സെക്ടറിനെ ഇൻക്ലൂഡ് ചെയ്യുകയും അതേപോലെ തന്നെ 10 വർക്കേഴ്സ് മിനിമം ഉള്ള എല്ലാ സ്ഥലത്തും മിനിമം നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഈ പറയുന്ന ഒക്യുപേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് കൊണ്ടുവരണം എന്നുള്ളതാണ്. ആൻഡ് അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ ക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡർസ്റ്റേറ്റ് മൈഗ്രന്റ് വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ, എത്ര ആൾ വർക്ക് ചെയ്യുന്നുള്ള ഡാറ്റയും കാര്യങ്ങളൊക്കെ അവർ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ദെൻ ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് ഫങ്ഷൻസ്. മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ടാക്സ് ഡെവല്യൂഷൻ ആണ് മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ. ഈ ടാക്സ് ഡെവല്യൂഷൻ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് വാങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുള്ള ടാക്സസ് കംപ്ലീറ്റ് ആയിട്ടും പലതും സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നും കൂടി വാങ്ങിയതാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിനും കൂടി നമുക്ക് അവകാശപ്പെട്ടതാണ്. അപ്പം അത്തരം സ്റ്റേറ്റിലേക്കും കൂടിയും ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടാക്സ് ഡെവല്യൂഷൻ നടത്തുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഫിനാൻസ് കമ്മീഷന്റെ മെയിൻ ആയിട്ട്. പിന്നെ അതേപോലെ തന്നെ ഗ്രാൻസ് ഇൻ എയ്ഡ് പോലുള്ള കാര്യങ്ങൾ, പിന്നെ അതേപോലെ സ്പെഷ്യൽ ഗ്രാൻസ്, എന്തെങ്കിലും സ്റ്റേറ്റിന് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്റ്റേറ്റിന് സ്പെഷ്യൽ ഗ്രാന്റ് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ ഡിസൈഡ് ചെയ്യേണ്ടത് ഫിനാൻസ് കമ്മീഷനാണ്. 14th ഫിനാൻസ് കമ്മീഷന്റെ കമ്മീഷണറാണ് YV റെഡ്ഡി എന്ന് പറയുന്നത്. 15th ഫിനാൻസ് കമ്മീഷണറാണ് NK സിംഗ് എന്ന് പറയുന്നത്. 16th ആണ് നമ്മുടെ അരവിന്ദ് പനഗാരിയ എന്ന് പറയുന്നത് കേട്ടോ. മെയിനായിട്ടും ചെയർമാനും അതേപോലെ തന്നെ 4 മെമ്പേഴ്സും അടങ്ങിയതായിരിക്കും ഈ പറയുന്ന കമ്മിറ്റി. ആർട്ടിക്കിൾ 280 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ, അപ്പോൾ നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിട്ട് നമ്മൾ എന്തിനു പറയും? ഫിനാൻസ് കമ്മീഷനെ പറയും. ആൻഡ് ഫിനാൻസ് കമ്മീഷൻ നോർമലി അപ്പോയിന്റ് ചെയ്യാറുള്ള 5 ഇയേഴ്സിനാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം 2020 to 26 വരെയാണ് ടോട്ടൽ ആയിട്ടുള്ള പീരീഡ് ആയിട്ട് പറയുന്നത്. സോ ഇറ്റ് വാസ് ഫോർ 6 ഇയേഴ്സ്. ഓക്കെ, 2 റിപ്പോർട്ടായിരുന്നു സബ്മിറ്റ് ചെയ്തിരുന്നത് 15th ഫിനാൻസ് കമ്മീഷൻ. അതേപോലെ തന്നെ അവരുടെ കീ റെക്കമെൻഡേഷൻസ് ആണ് പറഞ്ഞിരുന്നത് ഇവിടെ. അപ്പം ഷെയർ ഓഫ് സ്റ്റേറ്റ് ടാക്സ്, സെൻട്രൽ ടാക്സ് മുമ്പുണ്ടായിരുന്ന 42% ആയിരുന്നു. അതായത് ടോട്ടൽ സെൻട്രൽ ഗവൺമെന്റിന് കിട്ടുന്നതിന്റെ 42% സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് വീതിച്ചു കൊടുക്കുക ചെയ്തിരുന്നത്. ഇത് 41% ആയി കുറയ്ക്കുക ചെയ്തിരുന്നത്. ആൻഡ് ഈ പറയുന്ന 1% മെയിനായിട്ടും ജമ്മു കാശ്മീരിനും ലഡാക്കിനും വേണ്ടിയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ടും പറഞ്ഞിരുന്നത്. ദെൻ ക്രൈറ്റീരിയ ഫോർ ഡെവല്യൂഷൻ, അതായത് എല്ലാ സ്റ്റേറ്റ്സിനും ഇപ്പം നമ്മൾ പറയുന്ന സമയത്ത് ഓരോ സ്റ്റേറ്റ്സിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ആണ് നമുക്കിതിൽ കിട്ടുക, അല്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റിനും ഒരേപോലെ അല്ല കിട്ടുക. അപ്പോൾ അതിന് ദർ ആർ സം ക്രൈറ്റീരിയാസ്. അതിലൊന്നാണ് ഇൻകം ഡിസ്റ്റൻസ്. ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇൻകം ഡിസ്റ്റൻസിനാണ്, 45%. ഏരിയക്കാണ് 15% ഇമ്പോർട്ടൻസ് ഉള്ളത്. അതേപോലെ തന്നെ 15% ഇമ്പോർട്ടൻസ് ഈസ് ആൾസോ ദെയർ ഫോർ പോപ്പുലേഷൻ ഓഫ് 2011. ദെൻ ഡെമോഗ്രഫിക് പെർഫോമൻസിന് 12.5%. അതേപോലെ തന്നെ 10% ഫോർ ഫോറസ്റ്റ് ആൻഡ് ഇക്കോളജി ആൻഡ് ടാക്സ് ആൻഡ് അതായത് 15 ഫിനാൻസ് കമ്മീഷനിൽ വന്നിട്ടുള്ള ഒരു മെയിൻ അഡീഷൻ ആയിരുന്നു ഈ ടാക്സ് ആൻഡ് ഫിസിക്കൽ എഫേർട്സിന്. അതായത് ഏതെങ്കിലും സ്റ്റേറ്റുകൾ ഫിസിക്കൽ ഡെഫിസിറ്റ് നന്നായിട്ട് കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതേപോലെ ഫോറസ്റ്റ് ആൻഡ് ഇക്കോളജി, ആദ്യം ഫോറസ്റ്റ് കവർ എന്ന് പറഞ്ഞിട്ട് 7.5% ആയിരുന്നു കൊടുത്തിരുന്നത്. ഫോറസ്റ്റ് ആൻഡ് ഇക്കോളജിക്ക് 10% ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. മുമ്പത്തെ കേസിൽ പോപ്പുലേഷൻ പ്രധാനമായിട്ട് പരിഗണിച്ചിരുന്നത് 2011 പോപ്പുലേഷൻ ആയിരുന്നു. പക്ഷെ അതേ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതേസമയം അവർ ഫോക്കസ് ചെയ്തിരുന്നത് 17.5%ഉം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് അതിന് മുമ്പ്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2015-20 14th ഫിനാൻസ് കമ്മീഷന് പോലും അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് 1971 പോപ്പുലേഷൻ ആയിരുന്നു ബേസ് ആയിട്ട് എടുത്തിരുന്നത്.
പക്ഷെ അത് മാറ്റിയിട്ട് 15%ഉം 12.5%ആയിട്ട് പോപ്പുലേഷൻ്റെ ടോട്ടലായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തു. അതിൽ തന്നെ മനസ്സിലാക്കേണ്ട 15% മാത്രമാണ് പോപ്പുലേഷൻ ഇമ്പോർട്ടൻസ്. 12.5% ഡെമോഗ്രഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ, ലിറ്ററസി റേറ്റിൽ ഇമ്പ്രൂവ്മെന്റ്സ്, ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതിനാണ് കൊടുത്തിരുന്നത്. 50% ആയിരുന്നു ഇൻകം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻകം ഇൻഇക്വാലിറ്റിക്കുള്ള വെയിറ്റേജ് എന്നുണ്ടെങ്കിൽ അത് 45% ആയിട്ട് റെഡ്യൂസ് ചെയ്തതും ഇതേ പീരീഡിലാണ്. ദെൻ ഏരിയക്ക് അന്നും ഇന്നും 15% തന്നെയാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. ദെൻ ഗ്രാൻസിൽ എന്തൊക്കെയാണുള്ളത്? ഓരോ ഗ്രാൻസിനും സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രാൻസ്, സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രാൻസ്, ലോക്കൽ ബോഡീസിനുള്ള ഗ്രാൻസ്, ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ, അതേപോലെ തന്നെ എങ്ങനെയാണ് ഫിസിക്കൽ റോഡ് മാപ്പ് വേണ്ടത്, എന്തായിരിക്കണം ടാർഗറ്റ്, ഫിസിക്കൽ ഡെഫിസിറ്റ് എത്ര എത്തിക്കണം എന്നാണ് പറയേണ്ടത്. ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഫിനാൻസ് കമ്മീഷനിൽ റെക്കമെൻഡ് ചെയ്തിരുന്നത്. അപ്പം അതിൽ തന്നെ അവർ റെക്കമെൻഡ് ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഹെൽത്തിന്റെ കേസിലുള്ളതും അതുപോലെ ഡിഫൻസിനും ഇന്റർണൽ സെക്യൂരിറ്റിക്കും വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതും ഒക്കെ അതിൽ തന്നെ പറയുന്ന കാര്യമാണ്. ദെൻ FRBM ആക്ട് പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ഫിസിക്കൽ ഡെഫിസിറ്റ് 2% ആക്കുക എന്ന് പറയുന്ന ടാർഗറ്റിലാണ് വരുന്നത്. പക്ഷെ FRBM ആക്ടിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ആദ്യം ഇവിടെ പറയുന്നത്. ദെൻ FRBM ആക്ട് വന്നതോടുകൂടി ബജറ്റ് പ്രസന്റ് ചെയ്യുന്നതിന്റെ സമയത്ത് പാർലമെന്റിൽ 3 സ്റ്റേറ്റ്മെന്റുകൾ കൂടി വെക്കാറുണ്ട്. അതിലൊന്നാണ് മീഡിയം ടേം ഫിസിക്കൽ പോളിസി സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തെ മാക്രോ എക്കണോമിക് ഫ്രെയിംവർക്ക് സ്റ്റേറ്റ്മെന്റ്, മൂന്നാമത്തത് ഫിസിക്കൽ പോളിസി സ്ട്രാറ്റജി സ്റ്റേറ്റ്മെന്റ്. ഓക്കെ. ദെൻ അതിനുശേഷം 2016 NK സിംഗിന്റെ പേരിൽ തന്നെ ഇവരുടെ കമ്മിറ്റി ഫോർ റിവൈസിങ് FRBM ആക്ട്. കാരണം നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഈ സമയത്ത് തന്നെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് 2003 നിലവിൽ വന്നാണെങ്കിൽ പോലും 2008 ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസും അതുപോലെ അതിനുശേഷം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള കറൻസി ഡിപ്രിസിയേഷന്റെ പ്രശ്നങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ എക്കോണമിക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഒരു അച്ചീവ്മെന്റ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ബട്ട് ഇറ്റ് ഹാസ് about to be achieved even during 2008 itself. ബട്ട് അതിനുശേഷം ഇന്ത്യൻ എക്കോണമിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് അവരുടെ റെക്കമെൻഡേഷൻസും കാര്യങ്ങളാണ് അടുത്ത് പറഞ്ഞിരുന്നത്. സോ അവരുടെ റെക്കമെൻഡേഷനിൽ തന്നെ പറയുന്ന ഓരോ കാര്യങ്ങളും ജസ്റ്റ് വായിച്ചു നോക്കുക. ദെൻ ഡെഫിസിറ്റിന്റെ ട്രെൻഡ്സ് കറന്റ് 2023-24 ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് വരെയുള്ള കാര്യങ്ങളാണ്. ദെൻ പോവർട്ടി ഇൻ ഇന്ത്യ. ഈ പോവർട്ടി ഇൻ ഇന്ത്യയിൽ മെയിനായിട്ടും ഒരു മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റ് ആണ്. അതേസമയം ദാദാഭായ് നവറോജിയാണ് ആദ്യമായിട്ട് ഇതിന്റെ ഡിസ്കഷൻ നടത്തുന്നത് മാസ് പോവർട്ടിനെ കുറിച്ച്. ദെൻ 3 പെർസ്പെക്റ്റീവ് ഉണ്ട് പോവർട്ടിയിൽ. നമ്മൾ പറയുന്ന സമയത്ത് ഇൻകം പെർസ്പെക്റ്റീവ്, ബേസിക് നീഡ് പെർസ്പെക്റ്റീവ്, ക്യാപ്പബിലിറ്റി പെർസ്പെക്റ്റീവ്. അതിൽ തന്നെ നമുക്ക് അബ്സല്യൂട്ട് പോവർട്ടി ഉണ്ട്, റിലേറ്റീവ് പോവർട്ടി ഉണ്ട്. അതേപോലെ പോവർട്ടി കമ്മിറ്റീസ് ഉണ്ട്. അതിൽ വർക്കിംഗ് ഗ്രൂപ്പ് പ്ലാനിംഗ് കമ്മീഷൻ 1962 ആണ് ആദ്യം വരുന്നത്. അവരാണ് നാഷണൽ മിനിമം കൺസംഷൻ എക്സ്പെൻഡിച്ചർ എത്ര എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നത്. ടാസ്ക് ഫോഴ്സ് 1979 അലഗ് കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റിയാണ് മന്ത്ലി പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ പ്രകാരം നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, പോവർട്ടി ലൈന് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അവരാണ് ആദ്യമായിട്ട് ഈ കലോറി ഇൻടേക്കിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്തതും. 2400 കിലോ കലോറിനും 2100 കിലോ കലോറിയാണ് വേണ്ടതെന്നുള്ള രീതിയിൽ. ദെൻ എക്സ്പെർട്ട് ഗ്രൂപ്പ് 1993 ലക്ദാവാല കമ്മിറ്റിയാണ് അലഗ് കമ്മിറ്റിയുടെ ഇത് വീണ്ടും റീറ്റെയിൻ ചെയ്തിരുന്നത്. അവിടെ യഥാർത്ഥത്തിൽ അവർ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള പോവർട്ടി ലൈന് ക്രിയേറ്റ് ചെയ്യാണ് മെയിനായിട്ട് ചെയ്തിരുന്നത്. ദെൻ എക്സ്പെർട്ട് ഗ്രൂപ്പ് 2005 തെണ്ടുൽക്കർ കമ്മിറ്റി ഒരു മിക്സഡ് റെഫറൻസ് പീരീഡ് ആണ് കൊണ്ടുവരുന്നത് അതായത് നിങ്ങളോട് മനസ്സിലാക്കേണ്ടത് യൂണിഫോം റെഫറൻസ് പീരീഡ് ആയിരുന്നു ടിൽ 2005 ഉണ്ടായിരുന്നത്. അതായത് എല്ലാ സാധനങ്ങളും ഇപ്പൊ ഇവിടെ പോവർട്ടി കാണുന്ന സമയത്ത് മന്ത്ലി പെർ ക്യാപിറ്റ കൺസംഷൻ അല്ലെങ്കിൽ പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇവിടെ എന്താ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാല് ഒരു ബാസ്ക്കറ്റ് എടുത്തിട്ട് ആ ബാസ്ക്കറ്റിൽ എല്ലാ സാധനങ്ങൾക്കും ഈക്വൽ ആയിട്ട് ഒരേ പീരീഡ്, ഉദാഹരണത്തിന് ഫുഡ് ഐറ്റംസ് ഉണ്ട്, ക്ലോത്തിങ്സ് ഉണ്ട്, അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ഉണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗുഡ്സ് ആൻഡ് സർവീസസ് പറയുന്ന സമയത്ത് ഇതിനെല്ലാത്തിനും ഈക്വൽ ആയിട്ടുള്ള റെഫറൻസ് പീരീഡ്, അതായത് ഒരു ഇയറിന്റെ ഉള്ളിൽ എത്ര ഫുഡ് വാങ്ങിയിട്ടുണ്ട്, എത്ര ക്ലോത്ത് വാങ്ങിയിട്ടുണ്ട്, അങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തിരുന്ന ആദ്യം. 2005 തെണ്ടുൽക്കർ കമ്മിറ്റിയാണ് അതൊരു മിക്സഡ് റെഫറൻസ് പീരീഡിന്റെ കീഴിലാക്കി മാറ്റിയത്. അവിടെ അവർ ചെയ്തത് 5 നോൺ ഫുഡ് ഐറ്റംസ് ഒഴികെ ബാക്കിയെല്ലാം യൂണിഫോം റെഫറൻസ് പീരീഡ് അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു 1 ഇയർ പീരീഡിലും ബാക്കിയുള്ളതിനെല്ലാം 30 ഡേയ്സിന്റെ പീരീഡിലും എന്നുള്ള രീതിയിൽ ഒരു മിക്സഡ് റെഫറൻസിങ് പീരീഡ് ആയിരുന്നു യഥാർത്ഥത്തിൽ ചെയ്തിരുന്നത്. എക്സ്പെർട്ട് ഗ്രൂപ്പ് 2012 വന്നതോടുകൂടി ഇതിനെ നമ്മൾ വീണ്ടും മോഡിഫൈഡ് മിക്സഡ്
റെഫറൻസ് പീരീഡിലേക്ക് കൊണ്ടുപോവുക ചെയ്തത്. പെർ ക്യാപിറ്റ മന്ത്ലി എക്സ്പെൻഡിച്ചർ ഓഫ് 1972 1407 പോവർട്ടി ലൈനായിട്ട് കണക്കാക്കിയിരുന്നത്. 972 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂറൽ ഏരിയയിലും 1407 എന്ന് പറയുന്നത് പോവർട്ടി ലൈൻ അർബൻ ഏരിയയിലുമാണ് കാണിച്ചിരുന്നത്. ദെൻ മിക്സഡ് റെഫറൻസ് പീരീഡിന് പകരം വി സ്റ്റാർട്ട് യൂസിങ് മോഡിഫൈഡ് മിക്സഡ് റെഫറൻസ് പീരീഡ്. അവിടെ നോക്കി കഴിഞ്ഞാൽ 364 ഡേയ്സിലും 7 ഡേയ്സിൻ്റെയും 30 ഡേയ്സിൻ്റെയും കാര്യം കൊടുത്തു. 365 ഡേയ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ക്ലോത്തിങ്, ഫുട്വെയർ, എഡ്യൂക്കേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷണൽ മെഡിക്കൽ കെയർ, അതുപോലെ ഡ്യൂറബിൾ ഗുഡ്സ്. 7 ഡേയ്സിൽ എഡിബിൾ ഓയിൽ പോലുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്തരം ഐറ്റംസ്. 30 ഡേയ്സിലാണ് ബാക്കി ഫുഡ് ഐറ്റംസ്, അതായത് ഫ്യൂവൽ ആൻഡ് ലൈറ്റ്, മിസ്ലേനിയസ് ഗുഡ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ മെയിനായിട്ടും 30 ഡേയ്സിൻ്റെ ക്രൈറ്റീരിയയിലുമായിരുന്നു. then കലോറി റിക്വയർമെന്റും പ്രോട്ടീൻസ് റിക്വയർമെന്റും ഫാറ്റ് റിക്വയർമെന്റും ഇവരെന്ത് ചെയ്തിരുന്നു? കണക്കാക്കിയിരുന്നു രംഗരാജൻ കമ്മിറ്റി പ്രകാരം. ദെൻ പോവർട്ടി മെഷർ ആണ് അടുത്ത് പറയാനുള്ളത്. അതിൽ ഹെഡ് കൗണ്ട് റേഷ്യോ, പോവർട്ടി ഗ്യാപ്പ് റേഷ്യോ, സ്ക്വയർഡ് പോവർട്ടി റേഷ്യോ. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ഇവിടെ എം എന്താണ് എൻ എന്താണെന്നൊക്കെ അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താൻ പറ്റും. ഹെഡ് കൗണ്ട് റേഷ്യോ നമ്മൾ ഫോർ എക്സാമ്പിൾ M/N ആണ്. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പുവർ പോപ്പുലേഷൻ, പോവർട്ടി പോപ്പുലേഷൻ. ദെൻ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പോപ്പുലേഷൻ. അതേസമയത്ത് Z എന്ന് പറഞ്ഞാൽ പോവർട്ടി ലൈൻ ആണ്. Y എന്ന് പറഞ്ഞാൽ ഇൻകം ഓഫ് 5%, ഓരോ ആൾക്കാരുടെയും ഇൻകം. ഇപ്പൊ നമ്മൾ ഇവിടെ പറയുന്ന സമയത്ത് Z - YI ഡിവൈഡഡ് ബൈ Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പം നമുക്ക് എന്ത് ചെയ്യാണ്? പോവർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു, ഇപ്പൊ നമ്മൾ ഒരു 950 ആണ് എന്ന് വിചാരിക്കുക. പോവർട്ടിയുടെ നമ്മുടെ പോവർട്ടി ലൈൻ എന്ന് പറയുന്നത് 950 ആണെന്ന് വിചാരിക്കുക. അതേസമയത്ത് അവിടെ 5 ആൾക്കാരുണ്ട് എന്ന് വിചാരിക്കാം. ഈ 5 ആളില് ഒരാൾക്ക് 800, ഒരാൾക്ക് 700, മറ്റേ ആൾക്ക് 1000, അതേപോലെ തന്നെ അടുത്ത ആൾക്ക് 1050, അതേപോലെ തന്നെ വേറെ ആൾക്ക് 1200. ഇങ്ങനെയാണ് ഇൻകം എന്ന് വിചാരിക്കാം. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഹെഡ് കൗണ്ട് റേഷ്യോ എങ്ങനെയാണ് കാണുക? വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റും. 950ന്റെ താഴെയുള്ള ഏതൊക്കെ നോക്കുക? 800ഉം 700ഉം. അപ്പൊ നോക്കുന്ന സമയത്ത് ഇവിടെ എന്താണ്? 2/5 എന്ന് പറയുന്നത് ഹെഡ് കൗണ്ട് റേഷ്യോ ആണ്. ഓക്കെ, 2/5. ദെൻ പോവർട്ടി ഗ്യാപ്പ് റേഷ്യോ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ എന്താ ചെയ്യുക? ഇവിടെ യഥാർത്ഥത്തിൽ Z നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. 950 മൈനസ് 800, ഓക്കെ, ഡിവൈഡഡ് ബൈ 950 പ്ലസ് 950 മൈനസ് 700 ഡിവൈഡ് ബൈ 950 പ്ലസ് 950 മൈനസ് 1000 ഡിവൈഡഡ് ബൈ 950 ഇൻറ്റു 100, പ്ലസ് ഇങ്ങനെ ഓരോന്നും കൂട്ടി 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 നമ്മൾ ചെയ്യുന്ന സമയത്ത് ദെൻ 1/n ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അത് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് ദ പോവർട്ടി ഗ്യാപ്പ് റേഷ്യോ. അതേ സാധനത്തിന് തന്നെ ഈ കാര്യത്തിൽ ഇവിടെ നമ്മൾ സ്ക്വയർഡ് പോവർട്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ നേരെ അത് പിടിച്ചിട്ട് സ്ക്വയർ കൊടുത്താൽ സ്ക്വയർഡ് പോവർട്ടി ഗ്യാപ്പ് റേഷ്യോ ആയി. അത്രയാണ് കാര്യങ്ങൾ. സോ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോന്നിനെയും കാണാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്ന സമയത്ത്. ഇതാണ് നമ്മൾ അന്ന് എക്സാമിന് ചോദിച്ചിരുന്ന കാര്യമായിരുന്നു. ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കണേ. ദെൻ അൺഎംപ്ലോയ്മെന്റ് നോക്കുന്ന സമയത്ത് എന്താണ് അൺഎംപ്ലോയ്മെന്റ്? ഇപ്പൊ ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെന്റിന് ഡെയിലി സ്റ്റാറ്റസും വീക്ക്ലി സ്റ്റാറ്റസും യൂഷ്വൽ സ്റ്റാറ്റസും യൂസ് ചെയ്യാറുണ്ട്. ഡെയിലി സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ഹാവിംഗ് നോ ഗെയിൻഫുൾ വർക്ക് ഈവൻ ഫോർ 1 hour ഇൻ എ ഡേ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് അൺഎംപ്ലോയ്ഡ് ഫോർ ദാറ്റ് ഡേ. വീക്ക്ലി സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വീക്കിൽ അറ്റ്ലീസ്റ്റ് 1 hour എങ്കിലും വർക്ക് ഇല്ലാത്ത ആള്. യൂഷ്വൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡേയ്സ് 365 ഡേയ്സിന്റെ മേജർ ടൈം, അതായത് അതിന്റെ പകുതി അല്ലെങ്കിൽ 183 ഡേയ്സ് എങ്കിലും നമുക്ക് ജോലി ഇല്ലാത്ത ഒരാളെ നമ്മൾ എന്ത് ചെയ്യാണ്? അൺഎംപ്ലോയ്ഡ് ആയിട്ട് വിളിക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ദെൻ ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഏതൊക്കെയാണ് ഇന്ത്യയിലുള്ളത്? ഒന്ന് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ആണ്. അതായത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലൈക്ക് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ വിൽ ബി ഈക്വൽ ടു 0 ആണ് നമുക്ക് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് കേസിൽ നിന്ന് കിട്ടുക. അതായത് പുതിയതായിട്ടുള്ള ഒരാൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ പുതിയൊരു വർക്കർ വരുന്ന സമയത്ത് അയാളെ കൊണ്ട് പ്രൊഡക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നില്ല.
അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത് അവിടെ? നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതലായിട്ടുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഡിസ്കഷൻ അൺഎംപ്ലോയ്മെന്റ് പ്രത്യേകത. ദെൻ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്, സ്ട്രക്ചറൽ ആയിട്ടുള്ള എന്തെങ്കിലും എക്കണോമിയുടെ സ്ട്രക്ചറിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവുന്നു. സീസൺ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് സൈക്കിളിന്റെ അടിസ്ഥാനത്തിൽ, ട്രേഡ് സൈക്കിളിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്ന അൺഎംപ്ലോയ്മെന്റ് ആണ്. വൾണറബിൾ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾ ആർ എംപ്ലോയിഡ് ബട്ട് ഇൻഫോർമലി, അതാണ് വൾണറബിൾ അൺഎംപ്ലോയ്മെന്റ്. ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ വൾണറബിളി അൺഎംപ്ലോയിഡ് എന്ന് പറയാം. ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെന്റ്, ടെക്നോളജി വരുന്നതിന്റെ ഭാഗമായിട്ട് ജോബ് നഷ്ടപ്പെടുന്ന ആൾക്കാർ. അതേപോലെ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് ഓരോ സൈക്കിളിന്റെ അടിസ്ഥാനത്തിൽ, ബിസിനസ് സൈക്കിളിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നത്. ദെൻ ഫ്രിക്ഷൻ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ജോബ് സെർച്ചിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന അൺഎംപ്ലോയ്മെന്റ്. ദെൻ ഗവൺമെന്റിന് ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. ട്രൈസം എന്ന് പറയുന്നതിലൊന്നാണ് ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ്. IRDP ഉണ്ട്, ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ജവഹർ റോസ്ഗർ യോജന എന്ന് പറയുന്നത് മെർജിങ് ലൈക്ക് രണ്ട് എക്സിസ്റ്റിംഗ് ഏജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ആയിട്ടുള്ള RLEGP-യും അതേപോലെ NREP-യും തമ്മിൽ ലിങ്ക് ചെയ്തുകൊണ്ട് മെർജ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ജവഹർ റോസ്ഗർ യോജന. മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത് റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ആയിട്ടാണ്. ദെൻ MGNREGA നമുക്കറിയാം, ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. PMKVY പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. ദെൻ സ്റ്റാർട്ടപ്പ് ഇന്ത്യ, ഓക്കെ, ഇന്ത്യയിൽ സ്റ്റാർട്ടപ്സ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് സ്റ്റാൻഡപ്പ് ഇന്ത്യ, അതേപോലെ തന്നെ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് മിഷൻ. ഇത്രയും കാര്യങ്ങളാണ് അതിലുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എക്കണോമിക് സർവേ 2023-24 ആണ്. ഞാൻ ആദ്യം നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യും. നിങ്ങൾ ഇന്നോ നാളെ ഇരുന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയം വെച്ചിട്ട്, കാരണം ഞാൻ ക്ലാസ് കഴിയാൻ നേരത്തുള്ള ഒരു പീരീഡ്, അല്ലെങ്കിൽ നമ്മൾ കഴിയാൻ നേരത്ത് നമുക്ക് എന്ത് ചെയ്യാം, എക്കണോമിക് സർവേനെ കുറിച്ച് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ആ ഭാഗത്തേക്ക് തൽക്കാലം ഇപ്പം ഞാനിതിൽ ഈ ഒരു മെറ്റീരിയൽ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും മിക്കവാറും. അപ്പം നിങ്ങൾ ഇന്ന് കഴിയുകയാണെങ്കിൽ ഇന്ന്, അല്ലെങ്കിൽ നാളെ കഴിയുകയാണെങ്കിൽ നാളെ ഒന്ന് ഈ ഒരു മെറ്റീരിയൽ നോക്കുക. ഓക്കെ, ഒന്ന് പ്രിപ്പയർ ആവുക, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക എന്തൊക്കെ കാര്യങ്ങളുള്ളതെന്നുള്ളത്. കാരണം എക്കണോമിക് സർവേന്റെ കാര്യത്തിൽ പ്രധാനമായിട്ടും നമ്മൾ എക്കണോമിക് ഗ്രോത്തിനെ കുറിച്ചും, അതേപോലെ തന്നെ ഇന്ത്യയുടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഗ്രോത്തിലേക്ക് നയിക്കാറുള്ളത് എന്നുള്ളതും, ഇൻവെസ്റ്റ്മെന്റ്, എക്സ്പെൻഡിച്ചർ, അതേപോലെ തന്നെ ഇന്ത്യയുടെ ഓരോ സെക്ടറിനെ കുറിച്ച്, ഇന്ത്യയുടെ റുപ്പിയുടെ കാര്യങ്ങൾ, അതേപോലെ മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റി, അതേപോലെ തന്നെ ഈ പറയുന്ന ഗ്രോത്ത് റേറ്റിന്റെ കാര്യത്തിൽ തന്നെ ബാങ്കിന്റെ കാര്യങ്ങൾ, അതേപോലെ ഓരോ സെക്ടറുകളുടെയും കോൺട്രിബ്യൂഷൻ, അതേപോലെ തന്നെ ഇന്ത്യയിൽ ഏതൊക്കെയാണ് എമർജിംഗ് ആയിട്ടുള്ള മാർക്കറ്റുകളായിട്ട് പറയുന്നത്, അതേപോലെ തന്നെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ റേറ്റ്, ഇന്ത്യയുടെ പോളിസി റേറ്റ്സിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ വരാനുണ്ട്. അതേപോലെ ഇന്ത്യയുടെ ഫോറിൻ ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, കഴിഞ്ഞ ഒരു വർഷത്തെ മെയിൻ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എല്ലാം നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യുക. അതേപോലെ തന്നെ ഇന്ത്യയുടെ ഗ്ലോബൽ വാല്യൂ ചെയിൻ പാർട്ടിസിപ്പേഷനും അതേപോലെ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം. വായിച്ചു നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെഷനിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഒരു ഏകദേശം ഒരു 20-25 പേജസ് ഉള്ള ഒരു എക്കണോമിക് സർവേന്റെ ഒരു സാധനം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ യൂണിയൻ ബജറ്റിന്റെ കാര്യവും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ജസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് രണ്ടും ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഗോ ത്രൂ ചെയ്യണം, ഒന്ന് വായിച്ചു നോക്കണം. എവിടെയെങ്കിലും എന്തെങ്കിലും ഭാഗങ്ങൾ മിസ്റ്റേക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാവാത്ത പോലെ ഉണ്ടെങ്കിൽ ചോദിക്കും വേണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കട്ടെ എക്സാം. ഞാനിപ്പം അത് അപ്ലോഡ് ചെയ്യാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. ഓക്കെ, ആൻഡ് ഇത് ഇപ്പൊ കഴിയുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. നിങ്ങൾ ഇപ്പം തന്നെ ഒരു ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന പോർഷൻസ് ക്ലിയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഞാൻ ഇപ്പം തന്നെ അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം തന്നെ അത് ചെയ്യാൻ പറ്റും. ഐ വിൽ ട്രൈ ടു അപ്ലോഡ് നൗ ഇറ്റ് സെൽഫ്. സോ നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട്, ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് യു കം ബാക്ക് ടു ഇറ്റ് ആൻഡ് ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. താങ്ക് യു.